ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ നല്ലൊരു ട്രേഡിംഗ് ഡേ കൂടി ആശംസിക്കുന്നു. ഏതായാലും നമ്മുടെ മാർക്കറ്റ് പ്ലസിൽ ഒരുപാട് വ്യൂവേഴ്സ് റിക്വസ്റ്റ് ചെയ്തതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഈ ഒരു പുതിയ പ്രോഗ്രാം നിങ്ങളിലേക്ക് എത്തുന്നത്. മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷമുള്ള ഡീറ്റെയിൽസുമായിട്ടാണ് ഈ ഒരു പ്രോഗ്രാം നിങ്ങളിലേക്ക് വരിക. ഇതിനകത്ത് ഇൻഹൗസ് എക്സ്പേർട്ടായിട്ടുള്ള പ്രദീപ് ചന്ദ്രശേഖരൻ സാർ അടക്കമുള്ള പ്രധാനപ്പെട്ട ഗസ്റ്റുകൾ നിങ്ങളുമായിട്ട് സംവദിക്കും. നിങ്ങളുടെ ക്വയറികൾ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഇന്ന് ഈ പ്രോഗ്രാമിൽ എന്നോടൊപ്പമുള്ളത് മൈഫിൻ ടിവിയുടെ റിസർച്ച് ഹെഡ് ആയിട്ടുള്ള മിസ്റ്റർ സൂരജ് നായരാണ്. സർ, വെൽക്കം. ഗുഡ് മോർണിംഗ്. യെസ്, വെരി ഗുഡ് മോർണിംഗ്. ഏതായാലും നമുക്ക് ഈ ഒരു പ്രോഗ്രാം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. വെൽക്കം ബാക്ക് ടു ദ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ഓപ്പണിംഗ് അവേഴ്സ് വിത്ത് മൈഫിൻ. യെസ്, ഏതായാലും നമ്മുടെ പതിവ് രീതികളിൽ നിന്നൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് വളരെയധികം കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്, അതോടൊപ്പം തന്നെ അറിയേണ്ടതുണ്ട്. സർ, ഓവർനൈറ്റിൽ തീർച്ചയായിട്ടും ICC ചാമ്പ്യൻസ് ട്രോഫി തന്നെയായിരുന്നു വലിയൊരു കാര്യം നടന്നിട്ടുണ്ടായിരുന്നത്. ദുബായിൽ വെച്ച് നടന്നിട്ടുള്ള ആ ഒരു മത്സരത്തിൽ കിവികളുടെ ചിറകരിഞ്ഞിരിക്കുന്നു ഇന്ത്യ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സാർ, മാച്ച് കണ്ടായിരുന്നോ? തീർച്ചയായിട്ടും. അതായത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രൗഡായിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു. അതായത് ICC ഒരു ചാമ്പ്യൻസ് ട്രോഫി ജയിക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ ക്രിക്കറ്റ് ലവേഴ്സൊക്കെ എപ്പോഴും നമ്മളോട് പറയുന്നൊരു കാര്യം, വേൾഡ് കപ്പിനെക്കാട്ടിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചാമ്പ്യൻസ് ട്രോഫി എന്നുള്ളത്. കാര്യം വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ ഒരുപാട് ന്യൂ കമ്മേഴ്സ്, അതായത് നമീബിയ, ബർമുഡ, നേപ്പാൾ, ഇതേപോലത്തെ കൺട്രീസ് ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ ഒരു പറയുന്ന അവരായിട്ടുള്ള ജയവും തോൽവിയൊക്കെ ആയിരിക്കാം സെമി ഫൈനലിലേക്ക് ആര് കടക്കുന്നു അല്ലെങ്കിൽ ഫൈനലിലേക്ക് ആര് കടക്കുന്നു. ഇതങ്ങനെയല്ല, ടോപ്പ് ടീംസ് മാത്രമേ ഇതിനകത്ത് കോമ്പീറ്റ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. ആ ടോപ്പ് ടീംസിൻ്റെ ഇടയിൽ ഇന്ത്യ ഒരുവിധം തന്നെ എന്താണ് പാകിസ്ഥാനായിട്ട് ഓസ്ട്രേലിയ ആയിട്ടൊക്കെ കളിച്ചിട്ടാണ് മുന്നോട്ട് വന്നത്. ന്യൂസിലൻഡ് ആയിട്ടും ഇതേപോലെ റൗണ്ട് റോബിൻ മാച്ചിൽ ഗ്രൂപ്പ് സ്റ്റേജസിൽ കളിച്ചതാണ്. അവരായിട്ടും വീണ്ടും ഫൈനൽസിലേക്ക് വന്ന് ഒരു കപ്പ് ജയിക്കുക, അതും ഒരു കൺവിൻസിംഗ് ആയിട്ടുള്ള വിക്ടറിയാണ്. ആഫ്റ്റർ 12 ഇയേഴ്സിന് കൺവിൻസിംഗ് ആയിട്ടുള്ള വിക്ടറി. അത് ഒരു ജയം മാത്രമല്ല, അതായത് ഗൗതം ഗംഭീർ എന്ന് പറയുന്ന ഒരു പുതിയ കോച്ച് വന്നിട്ട് ആ ആറ്റിറ്റ്യൂഡിൽ വന്ന ചേഞ്ച്, രോഹിത് ശർമ്മ എന്ന പോലുള്ള ഒരു വ്യക്തിയുടെ ക്യാപ്റ്റൻസി, ഇതെല്ലാം കമ്പൈൻ ചെയ്ത് വരുമ്പോൾ ആ വിരാട് കോഹ്ലി രോഹിത് ശർമ്മ കോമ്പിനേഷൻ്റെ സക്സസ് പോലും ഇന്ത്യ സെലിബ്രേറ്റ് ചെയ്യണു. ഞാൻ ആക്ച്വലി ഇന്നലെ അത് വാച്ച് ചെയ്ത സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് വീഡിയോ അയച്ചത് ദുബായ് മീന ബസാറിൽ ഏതാണ്ട് ഫെസ്റ്റിവലിന് തുല്യമായിട്ടുള്ള രീതിയിലാണ് സെലിബ്രേഷൻസ് ഒക്കെ നടന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അഭിമാനകരമായുള്ള ഒരു മുഹൂർത്തത്തിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. യെസ്, തീർച്ചയായിട്ടും. അങ്ങനെ ഓവർനൈറ്റിൽ വളരെ പ്രൗഡായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ICC എന്ന് പറയുന്ന ഒരു വലിയ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് മാർക്കറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ന് മാർക്കറ്റ് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ഒരു 15 മിനിറ്റ്സ് ആവുകയാണ്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം തുടക്കഘട്ടത്തിൽ ഒരു ഫ്ലാറ്റ് നോട്ടിലായിരുന്നു തുടങ്ങിയിരുന്നത്. ഇപ്പോൾ ഒരു പോസിറ്റീവ് നോട്ടിലേക്ക് മാറുന്നുമുണ്ട്. കഴിഞ്ഞ ഒരു ദിവസത്തെ പെർഫോമൻസുമായിട്ട് പരിശോധിക്കുന്ന സമയത്ത് ഇപ്പോൾ 22,621 എന്നുള്ള ഒരു ഇൻട്രാഡേ ഹൈ ഈ നിമിഷം തന്നെ നിഫ്റ്റി 50 റീഗെയിൻ ചെയ്തിരിക്കുകയുമാണ്. ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്നത് 22,521 എന്നുള്ള ഒരു നിലവാരത്തിലാണ്. അതിൽ പ്രധാനപ്പെട്ട കമ്പനികളിൽ ഉടനീളം 34 കമ്പനികളിൽ ഒരു നേട്ടം കാണുന്നുണ്ട്. ഏതായാലും ബെയേഴ്സിന് ഒരു അല്പമെങ്കിലും ആശ്വാസം ലഭിക്കുന്ന കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ഒരാഴ്ച ഉണ്ടായിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും 1996 ശേഷമുള്ള ഒരു ലോങ്ങസ്റ്റ് ലോസിംഗ് സ്ട്രീക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്തരം വലിയ കാര്യങ്ങൾക്കാണ് ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സും ഒക്കെ തന്നെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായിരുന്നത്. നിലവിൽ ഈ ഒരു മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഇടിവ് തുടരാനുള്ള ഒരു സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് നിക്ഷേപകർക്ക് അറ്റ്ലീസ്റ്റ് പ്രധാനമായിട്ടും അറിയേണ്ടത്. എങ്ങനെയാണ് സാർ ഇതിനെ കാണുന്നത്? ജാസ്മിൻ, അത് വളരെ എന്താ പറയുക, ക്വസ്റ്റ്യൻ വളരെ അപ്രോപ്രിയേറ്റ് ടൈമിലാണെങ്കിലും വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ആൻസർ തരാൻ മാത്രമേ മാർക്കറ്റിൽ ഏതൊരു എക്സ്പെർട്ടിനും ഇപ്പോൾ തരാൻ പറ്റുള്ളൂ. ജാസ്മിൻ, നമ്മൾ ആ പോയിന്റിൽ പോകുന്നതിന് മുമ്പ് തന്നെ ജാസ്മിൻ ഇന്നത്തെ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ നമ്മൾ ചാമ്പ്യൻസ് ട്രോഫിയെ കുറിച്ച് സംസാരിച്ചു. അല്ലാണ്ട് വീണ്ടും നമ്മൾ ഒരു കാര്യം കൂടി ഇൻക്ലൂഡ് ചെയ്ത് പ്രേക്ഷകരുടെ അറിവിലേക്ക് പറയുകയാണെങ്കിൽ ഇന്ന് ബഡ്ജറ്റ് സെഷൻ പാർലമെന്റിൽ റീസ്റ്റാർട്ട് ചെയ്യുക. അതായത് ഇനിയിപ്പോൾ ബഡ്ജറ്റ് പ്രോസസ്സ് കുറെ കൂടി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാർലമെന്റിൽ ഇന്ന് കൺവീൻ ചെയ്യുന്നു. ഈ ബഡ്ജറ്റ് കൺവീൻ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ 2-3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് നടക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇന്ന് റെസിപ്രോക്കൽ ടാരിഫിനെ കുറിച്ചുള്ള ഒരു കൺസേൺ മിക്കവാറും ഒപ്പോസിഷൻ റേസ് ചെയ്യും. അതായത് ഇപ്പോഴത്തെ ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ്മെന്റിന് എഗെയിൻസ്റ്റ് ആയിട്ട്, അതായത് എന്തുകൊണ്ട് ഇന്ത്യ മുട്ടുമടക്കി, അതൊരു പൊളിറ്റിക്കലി യൂട്ടിലൈസ് ചെയ്യാനേ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും അത് ശ്രമിക്കുള്ളൂ. അതിൽ നമുക്ക് കുറ്റം പറയാനാകില്ല. രാഷ്ട്രീയം നമുക്ക് ഒട്ടും താല്പര്യമുള്ള ഒരു സബ്ജക്റ്റ് അല്ല. ബട്ട് റെസിപ്രോക്കൽ ടാരിഫിന് എന്താണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് എക്സ്പ്ലനേഷൻ പാർലമെന്റിനും സിറ്റിസൺസ് ഓഫ് ഇന്ത്യക്ക് കൊടുക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, മണിപ്പൂർ ബഡ്ജറ്റ് സെൻട്രൽ ഫിനാൻസ് മിനിസ്റ്റർ
മാഡം നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്നു എന്നുള്ള. അതായത് ഒരു മോഷനും കൂടെ അവരിന്ന് പാസ് ഓൺ ചെയ്യുന്നുണ്ട്. അതായത് നമുക്കറിയാം മണിപ്പൂരിലെ ഇഷ്യൂസ് കാരണം, സിവിൽ അൺറസ്റ്റ് കാരണം ഏതാണ്ട് പ്രസിഡന്റ്സ് റൂള് ഇംപ്ലിമെന്റ് ചെയ്തായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ പാർലമെന്റ് റാറ്റിഫിക്കേഷന്റെ ആവശ്യമുണ്ട്. അതിന്റെ കൂടെ തന്നെ മണിപ്പൂരിന് വേണ്ടിയിട്ടുള്ള ഒരു ബഡ്ജറ്റും കൂടെ അവതരിപ്പിക്കുന്നു എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളോട് കൂടി തന്നെ നമുക്ക് ഏതാണ്ട് ഇന്നത്തെ പാർലമെന്റ് സെഷനെ വളരെ ഒറ്റുനോക്കേണ്ടിയിരിക്കുന്നു. അതിന്റെ അപ്ഡേറ്റുകൾ എന്താണെന്നുള്ളത് നമ്മൾ ചിലപ്പോൾ നാളെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ജാസ്മിൻ നേരത്തെ ചോദിച്ച പോലെ മാർക്കറ്റ് ഇപ്പോഴും ബെയറിന്റെ ഗ്രിപ്പിലാണോ ബുള്ളിന്റെ ഗ്രിപ്പിലാണോ എന്ന് ഞാൻ അത് മുഖവരയായിട്ട് പറയുകയും ചെയ്തു. ഏതാണ്ട് നമ്മൾ വളരെ പ്രിമച്വർ സമയത്താണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരു പുൾ ബാക്ക് റാലി നടന്നു. ഇതിനെ സാധാരണ നമ്മൾ മാർക്കറ്റിൽ റിലീഫ് റാലി എന്നാണ് പറയാറ്. അതായത് ഒരു കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ലെവലിൽ ബ്രേക്ക് ചെയ്ത് ടെക്നിക്കലി, അല്ലെങ്കിൽ അവിടെ വന്നത് മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്ത് മുന്നോട്ട് പോവാതെ നമ്മൾ ഇതിനെ സാധാരണ ഒരു എന്താ പറയുക, മാർക്കറ്റിന്റെ ട്രെൻഡ് തിരിഞ്ഞു എന്ന് സാധാരണ പറയാറില്ല. സാധാരണ നമ്മുടെ കൂടെ നമ്മുടെ ഗസ്റ്റ് ആയിട്ടുള്ള പ്രദീപ് ചന്ദ്രശേഖർ നമ്മളോട് ജോയിൻ ചെയ്യണം. അദ്ദേഹം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ടെക്നിക്കൽ ലെവലിലേക്ക് കടക്കുന്നില്ല. കാര്യം അദ്ദേഹത്തിന്റെ എക്സ്പെർട്ടീസ് ഫീൽഡാണ്. അത് കൂടുതലും അദ്ദേഹം പറയുന്നതായിരിക്കും അതിനകത്ത് നല്ലത്. എങ്കിലും ഒരു മുഖവരയായിട്ട് ഒരു പ്രിഫേസ്, ഒരു ഔട്ട്ലുക്ക് പറയുകയാണെങ്കിൽ നമ്മൾ കൺവിൻസിംഗ് ആയിട്ട് ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് അത് ഇത്രയും ദിവസം നിന്നതിന് ശേഷം മാത്രമേ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ എന്ന് പറയാൻ സാധിക്കുള്ളൂ. അത് ഏതായാലും ഇന്ത്യൻ മാർക്കറ്റിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഒരു റിലീഫ് റാലി എന്നുള്ള രീതിയിൽ മാത്രമേ നമ്മൾ ഇപ്പോൾ അതിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. എങ്ങനെയാണ് 23,000 വരുമ്പോഴത്തേക്കും മാർക്കറ്റ് റിയാക്ട് ചെയ്യണം എന്നുള്ളതായിരിക്കും മാർക്കറ്റ് നോക്കുന്നത്. ഇപ്പോൾ മാർക്കറ്റിന് പുൾ ബാക്ക് റാലി കിട്ടി. ഏതാണ്ട് ബ്രോഡ് ബേസ്ഡ് ആയിട്ട് തന്നെ കുറേ സ്റ്റോക്കുകളും സെക്ടറുകളും അല്ലെങ്കിൽ മിഡ് ക്യാപ് സെക്ടർ, സ്മോൾ ക്യാപ് സെക്ടറൊക്കെ നമ്മൾ തിരിച്ച് വലിയുന്നുണ്ട്. ബട്ട് എന്നാൽ തന്നെ 23,000 അടുത്തെത്തുമ്പോൾ, അതായത് 22,900, 23,000, 23,100 അതൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സോണാണ്. അതൊരു എന്താ പറയുക, ആ ഒരു മേഖല വരെ ഇത് എത്തുമ്പോൾ അവിടെ വെച്ച് എന്താണ് മാർക്കറ്റ് പെരുമാറുന്നത് എന്നുള്ള 23,000 അടുത്ത് വന്നൊരു സെല്ലിംഗ് വന്ന് തിരിച്ച് താഴേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു ഡബ്ല്യു ഷേപ്ഡ് റിക്കവറി, അതിൽ മാർക്കറ്റിൽ നമ്മൾ രണ്ട് ടെർമിനോളജി പറയും. വി ഷേപ്പ് റിക്കവറി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു ഫോൾ വന്നിട്ട് അതേപോലെ തന്നെ റിക്കവർ ചെയ്യുക. ഡബ്ല്യു എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, റിക്കവറി ചെയ്തു തിരിച്ചു വന്നു. ഇത് സിമ്പിൾ ആണ് ജാസ്മിൻ. നമ്മളൊരു ബോൾ മുകളിലേക്ക് എറിഞ്ഞാൽ അത് ഒരു സ്ഥലം വരെ പോയി, ഇന്ത്യൻ മാർക്കറ്റും നിഫ്റ്റിയും സെൻസെക്സും മുകളിലേക്ക് പോയി ഒരു സ്ഥലത്ത് വന്ന് അത് ഹിറ്റ് ചെയ്തു, അതിന്റെ ഒരു ടോപ്പ് എന്ന് നമ്മൾ അവകാശപ്പെടും. അവിടെ നിന്ന് താഴേക്ക് വന്ന് നിലത്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒറ്റയടിക്ക് നിൽക്കില്ല, അതൊന്ന് ബൗൺസ് ചെയ്യും, വീണ്ടും നിൽക്കും. അങ്ങനെ തട്ടിയാണ് അത് സെറ്റിൽ ചെയ്തത്. ദാറ്റ് ഇസ് ദ കൺസോൾട്ടേഷൻ ഫേസ്. ആ കൺസോൾട്ടേഷൻ ഫേസിൽ ഒരു ഡബ്ല്യു മോഡലിലാണ് ഒരു റിക്കവറി എന്നുള്ളതൊക്കെ സാധ്യതകൾ നമ്മൾ സംസാരിക്കേണ്ടിയിരിക്കുന്നു. വരും ദിവസങ്ങൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കുള്ളൂ. ബട്ട് അതിന്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട ജാസ്മിൻ അടുത്ത ചോദ്യത്തിൽ പോകുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, അതായത് 2009 ശേഷം നമ്മുടെ BSE സെൻസെക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ആ ടോപ്പ് 30 സ്റ്റോക്സ് ആണ് നമ്മൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പറയുന്നത്. ഏതാണ്ട് ഡൗ ജോൺസ് ആയിട്ട് ഡിസ്കൗണ്ടിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അമേരിക്കൻ മാർക്കറ്റിൽ ഡൗ ജോൺസ്, അതിപ്പോൾ എൻ്റെ കയ്യിൽ കണക്കുണ്ട്. അതായത് 2024 മാർച്ചിൽ ട്രെയിലിംഗ് പി മൾട്ടിപ്പിൾസ്, അതായത് ഇന്ത്യൻ മാർക്കറ്റിന്റെ ട്രെയിലിംഗ്, അതായത് ഇതുവരെ കമ്പനീസ് 30 സ്റ്റോക്കുകൾ, അതായത് BSE സെൻസെക്സ് കോമ്പോസിഷനിലുള്ള 30 സ്റ്റോക്കുകളുടെ ഏർണിംഗ്സ് പെർ ഷെയർ വെച്ചിട്ട് ബാക്കിലോട്ട് നോക്കുമ്പോൾ ട്രെയിലിംഗ് പി കഴിഞ്ഞ മാർച്ചിൽ ഇന്ത്യ ഏതാണ്ട് 23.8 ആണ്. ആ 23.8 നമ്മൾ ആസ് വി സ്പീക്ക് റൈറ്റ് നൗ 2025 മാർച്ച് വരുമ്പോഴത്തേക്കും ഏതാണ്ട് 21.8 കുറഞ്ഞിരിക്കുന്നു. ഓക്കെ, പി ഭയങ്കരമായിട്ട് കുറഞ്ഞിരിക്കുന്നു എന്നുള്ള. അതേസമയം US മാർക്കറ്റിന്റെ ഡൗ ജോൺസ്, ഞാൻ US മാർക്കറ്റിലെ നാസ്ഡാക്കും അല്ലെങ്കിൽ S&P 500 കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഡൗ ജോൺസിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ 2024 മാർച്ചിൽ അത് ഏതാണ്ട് 22.8 ആണ്. ഇന്ന് അത് 22.4 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് മാർജിനലി. ബട്ട് അതിന്റെ ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ സെൻസെക്സ് എന്നും ലാസ്റ്റ് 2 ഡെക്കേഡായിട്ട്, അതായത് 20 കൊല്ലത്തിൽ കൂടുതലായിട്ട് ഏതാണ്ട് സെൻസെക്സ് എപ്പോഴും ഒരു ഡൗ ജോൺസിനേക്കാളും 25% പ്രീമിയത്തിലാണ് സാധാരണ ട്രേഡ് ചെയ്യുന്നത്. അതായിരുന്നു അതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും പറയും ഇന്ത്യൻ മാർക്കറ്റ് വാസ് ഓൾവേസ് കോസ്റ്റ്ലി കമ്പയർഡ് ടു ഡൗ ജോൺസ് എന്ന് നമ്മൾ എത്രയോ കൊല്ലമായിട്ട് മാർക്കറ്റ് കമന്ററി. പക്ഷെ അതിനുശേഷം നമ്മൾ ഇപ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ ഏതാണ്ട് സെൻസെക്സിന്റെ മീഡിയൻ പി അന്നൊക്കെ നമ്മൾ 2005 മുതലൊക്കെ നോക്കുകയാണെങ്കിൽ 21 സെൻസെക്സിന്റെ മീഡിയൻ പി. അതായത് ചില സമയത്ത് 24 വരെ പോയിട്ടുണ്ട്, ചില സമയത്ത് 18 വരെ പോയിട്ടുണ്ട്. മീഡിയൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു മിഡിൽ പാത്ത്, അതൊരു 21x അല്ലെങ്കിൽ 21 ടൈംസ് എന്ന് നമ്മൾ പറയും. സാധാരണ ഡൗൺ അത് 16x എന്ന് പറയും. ബട്ട് ഇപ്പം നമ്മൾ പറയണമെന്ന് വെച്ചാൽ ഏതാണ്ട് സെൻസെക്സ് ഹിസ്റ്റോറിക് വാല്യുവേഷനേക്കാളും 4% മാത്രം ഒപ്പാണ്. ബട്ട് ഡൗ ജോൺസ് ആവട്ടെ 40% ഒപ്പാണ്. ഡൗ ജോൺസിന്റെ സ്ഥിര സ്വഭാവം ത്തിൽ നിന്ന് നമ്മൾ മീഡിയൻ എന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. അതിന്റെ സ്ഥിരം സ്വഭാവത്തിൽ നിന്ന് ഏതാണ്ട് 40% ഹയറും ഇന്ത്യൻ മാർക്കറ്റിന്റെ സെൻസെക്സിന്റെ പി ആണ് വെറും 4% ഹയർ. ഇത് വളരെ സവിശേഷമായിട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം അതിനകത്തൊരു കാരണമുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ചോദിക്കുകയാണ് എന്തുകൊണ്ട് US ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ FPIs സെല്ല് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ
ഇന്ത്യയിൽ കോർപ്പറേറ്റ് ഏർണിങ്സ് എന്ന് പറയുന്നത് 6%. ഈ കോർപ്പറേറ്റ് ഏർണിങ്സ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ നിഫ്റ്റിയിലും സെൻസെക്സിലും ലിസ്റ്റഡ് ആയിട്ടുള്ള മുൻനിര കമ്പനികളുടെ ഓഹരികൾ അല്ലെങ്കിൽ മുൻനിര കമ്പനികളുടെ ഗ്രോത്ത് ഏതാണ്ട് 6% ആണ്. വേറെ US-ൽ 16% ആണ്. അപ്പൊ എന്തുകൊണ്ട് ഒരു FII ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം? ഇവിടെയുള്ള കമ്പനികളുടെ ഗ്രോത്ത് 6%. അവർ പൈസ ഇവിടെ കൊണ്ടുവന്ന് അവർ ഡോളർ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്ത് ആ കൺവേർട്ട് ചെയ്ത പൈസ ഉപയോഗിച്ച് ഇന്ത്യൻ മാർക്കറ്റ് മേടിച്ചു. ഇന്ത്യൻ മാർക്കറ്റ് എന്തിനു മേടിച്ചു? ഇന്ത്യൻ മാർക്കറ്റിന്റെ കമ്പനീസിന്റെ ഏർണിങ്സിനനുസരിച്ച് കമ്പനീസിന്റെ ഷെയർ പ്രൈസ് ഗ്രോ ചെയ്യും എന്നുള്ള ഒരു കൺസിഡറേഷനിലാണ് അവർ മേടിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ട്രാൻസ്ലേഷൻ ലോസും വരുന്നുണ്ട്. അതായത് അവർ ഇന്ത്യൻ മാർക്കറ്റിൽ തിരിച്ച് പൈസ കൊണ്ടുപോകാൻ നേരത്ത് ഡോളർ എക്സ്ചേഞ്ച് റേറ്റ്, റുപ്പി എക്സ്ചേഞ്ച് റേറ്റിൻ്റെ ഇത് കാരണം അവർക്കൊരു ഡിപ്പ് സംഭവിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അവർ FIIസിന് ഇപ്പോൾ ഫോറിനേഴ്സിന് ടാക്സും ഉണ്ട്. ഇത് രണ്ടും കൂടെ വരുമ്പോൾ ഇവർക്കൊരു നല്ല പൈസ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റുന്നില്ല. മനസ്സിലല്ലേ? അപ്പോൾ ആ ഒരു ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സും അടച്ച് ഫോറിൻ എക്സ്ചേഞ്ചിൽ ലോസും വന്നതിന് ശേഷം 6% ഗ്രോത്ത് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഇന്ത്യൻ മാർക്കറ്റ് തരുന്നതെങ്കിൽ, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനോ FPIക്കോ മീനിങ് ഫുൾ ആയിട്ടുള്ള റിട്ടേൺ ഇന്ത്യൻ മാർക്കറ്റിൽ കിട്ടുന്നില്ല. ഒരു സ്റ്റഡിയിൽ പറയുന്നത് ഏതാണ്ട് 8 കൊല്ലമായിട്ട് FIIs ഇന്ത്യയിൽ ഒരു പൈസയും മേക്ക് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. എല്ലാ FIIസും അല്ല പറയുന്നത്. ഇൻഡെക്സ് ട്രേഡഡ്, അതായത് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ്, ഇൻഡെക്സ് മാത്രം ട്രേഡ് ചെയ്യുന്ന ഫണ്ട്സ്, വലിയ FIIs വന്ന് ചില കമ്പനിയിൽ 5%, 10% സ്റ്റേക്ക് എടുത്തിട്ട് 3-4 കൊല്ലം ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റഡ് ആയിട്ട് നിൽക്കുന്ന കുറെ കമ്പനി, വാർബക് പിൻകേഴ്സ്, അതേപോലെ ക്രെഡിറ്റ് സ്വിസ് പോലെയുള്ള കമ്പനികൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയെങ്കിൽ പോലും ഇതേപോലെ നിഫ്റ്റിയുടെ, അതായത് ഷോർട്ട് ടേം ട്രേഡേഴ്സ്, ഹെഡ്ജ് ഫണ്ട്സ് ഒന്നും ഇന്ത്യൻ മാർക്കറ്റിൽ പൈസ ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലെ കമ്പനികളുടെ ഗ്രോത്ത് വെറും 6%, US മാർക്കറ്റിലെ കമ്പനികൾ 16% ഗ്രോ ചെയ്യുകയും ചൈനീസ് മാർക്കറ്റിലെ കമ്പനികൾ അതിനേക്കാളും ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യുകയും, അത് മാത്രമല്ല US-ലെ ബോണ്ട് ഈൽഡ് റേറ്റ്, അതായത് അവിടുത്തെ ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് 4.5% കൂടെ കൊടുക്കുകയാണെങ്കിൽ ഇത്രയും റിസ്ക് എടുത്തിന് എന്താണ് ഇന്ത്യൻ മാർക്കറ്റിൽ വരുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് അതിനകത്തുള്ളത്. അപ്പോൾ ഒരു ഡെഫിനറ്റ് റീസൺ കൊണ്ടാണ് ഇന്ത്യൻ മാർക്കറ്റ് കറക്റ്റ് ചെയ്തത് എന്നുള്ളതാണ്. അത് കറക്റ്റ് ചെയ്തത് നമ്മൾ കണ്ടു. ഇറ്റ് ഹാസ് ബീൻ വെരി ബ്രൂട്ടൽ. വളരെ വളരെ എന്താ പറയുക, വളരെ ഹെവി ആയിട്ടുള്ള കറക്ഷനും വളരെ വലിയൊരു വെൽത്ത് ഡിസ്ട്രക്ഷനുമാണ് ഇന്ത്യൻ മാർക്കറ്റിൽ സംഭവിച്ചേക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഉറ്റുനോക്കുന്നത് ജാസ്മിൻ നേരത്തെ ചോദിച്ചതിൻ്റെ ഉത്തരമാണ്. ഇവിടുന്ന് എവിടം വരെ പോകും എന്നുള്ളത് യുവർ ഗെസ് ഈസ് ആസ് ഗുഡ് ആസ് മൈൻ. നമ്മുടെ എല്ലാവരുടെയും ഗസ് ഒരുപോലെ തന്നെയാണ്. എങ്കിലും ഒരു W ഷേപ്പ് റിക്കവറി ആണോ എന്നുള്ളത് നമ്മൾ സൂക്ഷിച്ച് നോക്കണം. 23,000 ലെവലിന് അടുത്ത് വെച്ച് സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായി മാറിയേക്കാം. സാർ, ഏതായാലും കോർപ്പറേറ്റുകളുടെ കാര്യം പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ കമ്പനികളുടെ ഒരു പെർഫോമൻസ് പരിശോധിക്കുന്ന സമയത്ത് കാര്യമായിട്ടുള്ള ഒരു മുന്നേറ്റം, ഒരു വീക്ക് ഏർണിംഗ് നമ്പേഴ്സ് ആയിരുന്നു കമ്പനികൾ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നത് എന്ന് കാണാം. അതിനോടൊപ്പം തന്നെ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട കാരണം ഈ പറഞ്ഞ പോലെ FII സെല്ലിംഗ്, കോർപ്പറേറ്റിൻ്റെ ഒരു ഏർണിംഗ് നമ്പേഴ്സ് വീക്കായത്. ഇതിനപ്പുറത്തേക്ക് ഒരു ഉന്തിൻ്റെ കൂടെ തള്ളു എന്ന് പറയുന്ന പോലെയാണ് ട്രംപിൻ്റെ ഒരു താരിഫ് പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ വരുന്നത്. ഇരുട്ടടി പോലെ ട്രംപ് എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡറിനെ സർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇതിപ്പോൾ ട്രംപ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് 2 മുഖങ്ങളുണ്ട്. ഒന്ന്, നമ്മളെല്ലാവരും ട്രംപിനെ കാണുന്നത് ഒരു ഇന്റർനാഷണൽ ലീഡർ എന്നുള്ളത്. നമ്മൾ ചെറുപ്പത്തിലെ ഇംഗ്ലീഷ് മൂവീസ് ഒക്കെ കണ്ടു പഠിക്കുമ്പോൾ ഏതാണ്ട് അമേരിക്ക എന്ന് പറയുന്നത് വളരെ വലിയൊരു പവർ ഹൗസ് ആണ്, അമേരിക്കയുടെ ജന്മനാ ഉള്ള ശത്രു എന്ന് പറയുന്നത് റഷ്യൻസ് ആണ്, ഇങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷ് സിനിമയിലേക്ക് പഠിപ്പിച്ചത്. അപ്പം നമുക്കെന്നും അമേരിക്കയെ കാണുന്നത് വേൾഡ് പ്രൊട്ടക്ടർ ഓഫ് പീസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ അമേരിക്കയെ കാണുന്നത്. പക്ഷേ ഈ ട്രംപ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു രാഷ്ട്രീയക്കാരൻ്റെ മുഖഭാവവും കൂടിയുണ്ട്. കാര്യം അദ്ദേഹം ജയിച്ചു വരുന്നത് ഒരു ഇലക്ട്രേറ്റ് കൂടെയാണ്. ആ ഇലക്ട്രേറ്റിന് അദ്ദേഹം കൊടുത്ത ഒരു മാൻഡേറ്റ് ഉണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ് 3-4 വാഗ്ദാനങ്ങൾ, അത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും ശരി, സെൻട്രൽ ഗവൺമെൻറ് ആയാലും ശരി, ഒരു വാഗ്ദാനം കൊടുത്തിട്ടാണ് ഭരണത്തിൽ ഏർപ്പെടുന്നത്. അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, അതാണ് മാഗ എന്നുള്ളൊരു എന്താ പറയുക, ഒരു സ്ലോഗനിൽ കൂടെയാണ് അദ്ദേഹം തിരിച്ചു വന്നേക്കുന്നത്. അപ്പോൾ അവിടെ അദ്ദേഹം കൊടുത്ത വാഗ്ദാനങ്ങളിൽ ഒന്ന്, അദ്ദേഹം പറയുന്ന ഒരു കാര്യം വെച്ചാൽ, നമ്മൾ ഒരുപാട് രാജ്യങ്ങളെ സഹായിച്ച് ജോലിയും സമ്പാദ്യങ്ങളും ഒക്കെ മറ്റുള്ള രാജ്യങ്ങളിലേക്കായി. അതായത് നമ്മൾ ഇവിടെ എല്ലാവർക്കും ഓപ്പൺ ആയിട്ടുള്ള ഒരു സൊസൈറ്റി കൊടുത്തു. ആർക്ക് വേണമെങ്കിലും വന്ന് കച്ചവടം ചെയ്ത് ബിസിനസ് ഇൻകോർപ്പറേറ്റ് ചെയ്ത് പൈസ കൊണ്ടുവരാനായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു. പക്ഷെ അതിൽ ഡെവലപ്പ് ചെയ്ത ആരൊക്കെ? സോഫ്റ്റ്വെയർ കാരണം ഇന്ത്യയിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സും അവരുടെ ഫാമിലിയും ഇന്ത്യയുടെ GDP ഗ്രോത്തും. ചൈനയാണെങ്കിൽ എല്ലാ മാനുഫാക്ചറിങ്ങും അവരും കൊണ്ടുപോയി, അവിടെയുള്ള ജനങ്ങളും വലുതായി. അവരേതാണ്ട് കോമ്പീറ്റ്, ഏതാണ്ട് 1992 ഒരേപോലെ ഏതാണ്ട് GDP ഒക്കെ ഉണ്ടായിരുന്ന കൺട്രിയാണ് ഇന്ത്യയും ചൈനയൊക്കെ. അവിടുന്ന് ഇന്ത്യയും ചൈനയും ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്തു. അത് മാത്രമല്ല ചൈന ഇന്ത്യയെക്കാളും വളരെ വലുതായിട്ട് ഗ്രോ ചെയ്തു എന്നുള്ളത് നമ്മളെപ്പോഴും പറയാം. 92 റിഫോംസ് നമ്മളെ വലിയ കൺട്രി ആക്കി മാറ്റി എന്നാണ്. പക്ഷെ ആ സമയത്ത് തന്നെ ചൈന ഓപ്പൺ ചെയ്തപ്പോൾ ചൈനയുടെ ഗ്രോത്തും ഇന്ത്യയുടെ ഗ്രോത്തും വരെ നോക്കുമ്പോൾ ഇന്ത്യയുടെ ഗ്രോത്ത് വളരെ പരിതാപകരമായിരുന്നു ചൈനയുടെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ US ഇപ്പോൾ പറയുന്നത് വെച്ചാൽ, പ്രസിഡന്റ് ട്രംപ് അവരുടെ ഇലക്ട്രേറ്റിനോട്, ആ മാൻഡേറ്റ് കിട്ടിയ ജനങ്ങളോട് പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ഇനി അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇനി എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇവിടെ തന്നെ വരട്ടെ. അവരാരെങ്കിലും നമ്മളെ കൊണ്ട് ഗുണം ഉണ്ടാക്കി ജീവിക്കുന്നെങ്കിൽ അവരെ അതേപോലെ തന്നെ രീതിയിൽ നമ്മൾ നേരിടും
എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ട്രംപിന്റെ ടാരിഫിനെ കുറിച്ച് നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം അവരുടെ രാജ്യത്തിനെ അവരുടെ സിറ്റിസനെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ രണ്ടാമത് വരുന്ന ഒരു ചോദ്യം എന്ന് വെച്ചാൽ ഈ ഇമ്പോർട്ടുകൾക്ക് ടാരിഫ് വയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും ഇമ്പോർട്ട് ചെയ്യുന്ന കമ്പനിയിൽ അമേരിക്കയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന കമ്പനികൾ ഈ പ്രൈസ് റൈസ്, അതായത് ടാരിഫ് കൊണ്ട് ഉണ്ടാവുന്ന ആ പ്രൈസ് റൈസ് ജനങ്ങളിലേക്ക് പാസ് ഓൺ ചെയ്യില്ലേ? അപ്പൊ അവിടെ ഇൻഫ്ലേഷൻ കൂടില്ലേ? ട്രംപിന്റെ ഫസ്റ്റ് പീരീഡ് ഉണ്ടായിരുന്നല്ലോ, ഇതിനു മുമ്പേ ബൈഡന് മുമ്പേ ട്രംപ് ഭരിച്ചിരുന്നപ്പോൾ ഈ വക അവർ ചെയ്തിരുന്ന എല്ലാ സ്ട്രാറ്റജിയും ഇൻഫ്ലേഷൻ കൂടുകയാണ് ചെയ്തതെന്നുള്ള. ബട്ട് ഇപ്പൊ ട്രംപിന്റെ ഒരു ടീമുണ്ട്, കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റും അവരുടെ അഡ്വൈസറി ഡിപ്പാർട്ട്മെന്റും ഒക്കെ ഡീൽ ചെയ്ത് അവർ പറയുന്നത് വെച്ചാൽ അതൊക്കെ നിങ്ങൾക്ക് ചുമ്മാ തോന്നുന്നതാണ്. അതായത് ആ ഇൻഫ്ലേഷൻ കയറാനുള്ള കാര്യം അതൊന്നുമല്ല. വൈഡനിങ് ഫിസിക്കൽ ഡെഫിസിറ്റ് കാരണം, അല്ലെങ്കിൽ വൈഡനിങ് ട്രേഡ് ഡെഫിസിറ്റ് കാരണം, അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് കറൻസിയുടെ മൂവ്മെന്റ് കാരണമാണ് ഇൻഫ്ലേഷൻ വന്നത്, അല്ലാണ്ട് ടാരിഫ് കൊണ്ടല്ല എന്നാണ് ഏതാണ്ട് ട്രംപിന്റെ അഡ്വൈസേഴ്സ് ഒക്കെ പറയുന്ന കാര്യം. അതിന് അവർ തിരിച്ചു ചോദിക്കുന്നുണ്ട് ഇന്ത്യയോട്. അതായത് ഇന്ത്യ വൺ ഓഫ് ദ ലാർജസ്റ്റ് അല്ലെങ്കിൽ ഹയസ്റ്റ് ടാരിഫ് കൺട്രീസ് ആണ്. എല്ലാ രാജ്യങ്ങളായിട്ട്, അത് US ആയിക്കോട്ടെ, യൂറോപ്പ് ആയിക്കോട്ടെ, ചൈന ആയിക്കോട്ടെ, ഗൾഫ് കൺട്രീസ് ആയിക്കോട്ടെ, ഫാർ ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് ആയിക്കോട്ടെ, ഇന്ത്യ എപ്പോഴും ഇന്ത്യൻ ഇൻഡസ്ട്രികളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എന്നും ഹൈ ടാരിഫ് ആയിരുന്നു. ഇന്ത്യ പണ്ട് കാലത്തൊക്കെ ഏതാണ്ട് ലൈസൻസ് രാജ്യം കൂടെയാണ് പല കമ്പനീസിനും ലൈസൻസ് കൊടുത്തത് തന്നെ. സ്റ്റീൽ മേക്കിംഗ് കമ്പനി അല്ലെങ്കിൽ കോൾ മേക്കിംഗ് കമ്പനീസ് ആണെങ്കിൽ ലൈസൻസ് രാജ്യം കൂടെ വളർന്ന ഒരു കൺട്രിയാണ് ഇന്ത്യ. അതിൻ്റെ കൂടെ തന്നെ ഇന്ത്യയിലുള്ള മാനുഫാക്ചറേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എന്നും ഹൈ ടാരിഫ് വെച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത്. ഇന്ത്യ ഇത്രയും ടാരിഫ് വെച്ചിട്ടും നിങ്ങൾ 4%, 4.5% നിങ്ങളുടെ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുന്നില്ലേ? അപ്പൊ പിന്നെ ഞങ്ങൾ ടാരിഫ് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇൻഫ്ലേഷൻ എങ്ങനെ കൂടും എന്നാണ് ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ കോമേഴ്സ് സെക്രട്ടറി നമ്മുടെ കോമേഴ്സ് മിനിസ്റ്ററിനോട് ചോദിച്ചൊരു ചോദ്യം. അതായത് അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ കാര്യം, ഇന്ത്യ ഏതാണ്ട് 9% ആണ് ഇന്ത്യ ടാരിഫ് US ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. US പ്രോഡക്ട്സ് ഇന്ത്യയിലേക്ക് വരുന്നതിന് 9% ആണ് ഇന്ത്യ വെച്ചിരിക്കുന്നത് ടാരിഫ്. നമ്മുടെ പ്രോഡക്ട്സിന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ അവിടെ അമേരിക്ക വെച്ചിരിക്കുന്നത് 3.5 ആണ്. ഏതാണ്ട് ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് ഏതാണ്ട് 5.5% ആണ്. എന്നിട്ടും നിങ്ങൾക്ക് ഇത്രയും ടാരിഫ് ഉണ്ടായിട്ട് പോലും, അതായത് മറ്റുള്ള കൺട്രീസ് എല്ലാം കൂടെ ചേർത്ത് വയ്ക്കുമ്പോൾ ഇന്ത്യ ഏതാണ്ട് 15% ടാരിഫ് കൊടുക്കുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. നിങ്ങൾ 15% ടാരിഫ് വെച്ചിട്ട് കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്ത് കാര്യങ്ങൾ കോസ്റ്റ്ലി ആക്കിയിട്ട് പോലും നിങ്ങളുടെ ഇൻഫ്ലേഷൻ കയറിയിട്ടില്ല. നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെ അങ്ങനെ വരും എന്നുള്ളൊരു ചോദ്യമാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ട്രംപ് ഏതായാലും ഒരു ഫോക്കസോട് കൂടിയാണ് പോകുന്നത്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല, കാര്യം അത് അവരുടെ ആഭ്യന്തര പ്രശ്നമാണ്. ഇതിനനുസരിച്ച് എങ്ങനെ റീപൊസിഷൻ ചെയ്യാം, റീഓർഗനൈസ് ചെയ്യാം, റീസ്ട്രാറ്റജൈസ് ചെയ്യാം എന്നുള്ളതാണ് ഇന്ത്യ നോക്കേണ്ടത്. ഈ ട്രംപിന്റെ താരിഫ് നയങ്ങൾ നമ്മൾ പറയുന്ന സമയത്ത് തന്നെ പ്രധാനമായിട്ടും ഇനി ടെസ്ലയുടെ ഒരു വരവെന്ന് പറയുന്ന ഒരു കാര്യം കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യൻ ഓട്ടോ കമ്പനികളെ, എസ്പെഷ്യലി മഹീന്ദ്ര അടക്കമുള്ള കമ്പനികളെ ഇത് കാര്യമായിട്ട് ബാധിക്കുമെന്നായിരുന്നു നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത്. ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ടെസ്ലയുടെ ഇന്ത്യൻ എൻട്രി ഈ കമ്പനികളെയൊന്നും ബാധിക്കാൻ അത്ര കാര്യമായിട്ടുള്ള സ്വാധീനം ചെലുത്താനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ വേറൊരു ആസ്പെക്റ്റ് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഒരു ആഗോള തലത്തിൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ബ്രാൻഡായിട്ടുള്ള ഒരു കമ്പനിയുടെ വണ്ടി ഇവിടെ വരുന്ന സമയത്ത് അതിൻ്റെ ടാരിഫും അല്ലെങ്കിൽ ടാക്സുകളൊക്കെ കുറച്ചിട്ട് ഒരു സാധാരണക്കാരനായ ഇന്ത്യക്കാരന് ഇത്ര ചുളുവിലയ്ക്ക് ഈ വണ്ടികൾ സ്വന്തമാക്കാനുള്ള ഒരു സാധ്യത കൂടി അവിടെ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. ശരിയാണ് ജാസ്മിൻ, വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെൻ്റ് ആണ് ജാസ്മിൻ ഈ പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ ഒരു ഇന്ത്യൻ കൺസ്യൂമറിനെ സംബന്ധിച്ചിടത്തോളം ഈ ടെസ്ല പോലെയുള്ള കമ്പനികൾ അല്ലെങ്കിൽ BYD പോലുള്ള ചൈനീസ് കമ്പനികൾക്ക് ടാരിഫ് അല്ലെങ്കിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി കുറച്ചു കൊടുത്താൽ തീർച്ചയായിട്ടും വളരെ കോമ്പറ്റീറ്റീവ് റേറ്റിൽ ചിലപ്പോൾ ഒരു 18 ലക്ഷം, 15 ലക്ഷം, 20 ലക്ഷം എന്നിങ്ങനെ മാർജിനുകളിൽ അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിനകത്ത് നല്ല ഇലക്ട്രിക് വെഹിക്കിളോ അല്ലെങ്കിൽ നല്ല IC എഞ്ചിൻസ് വെഹിക്കിൾസോ അവർക്ക് കൊണ്ടുവരാൻ പറ്റും. അതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ് എന്ന് പറയുന്നത് ഇന്ത്യൻ കൺസ്യൂമറാണ്. ആക്ച്വലി ഈ ട്രംപിന്റെ ടാരിഫ് പോളിസി അല്ലെങ്കിൽ ടെസ്ലയുടെ എൻട്രി ഒരു വലിയൊരു പണ്ടോറാസ് ബോക്സ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ തുറന്നേക്കുന്നത്. അതായത് ഇനി മുതലുള്ള ആർഗ്യുമെന്റ് എന്തായിരിക്കും എന്ന് വെച്ചാൽ, നമുക്ക് ഇത്രയും ക്വാളിറ്റി കാർ, ടെസ്ല പോലത്തെ ഒരു ക്വാളിറ്റി കാർ 20 ലക്ഷത്തിന് കിട്ടുമ്പോൾ നമ്മൾ ഇനി ഇന്ത്യൻ കാർ മേടിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ചോദിച്ചത്. ഇതിനൊരു രസം എന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് കറക്റ്റ് ചെയ്തു അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ സെക്ടേഴ്സ് താഴെ പോയി എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ. എന്തുകൊണ്ടാണ് പോയെന്ന് നമ്മളാരും ചോദിച്ചിട്ടില്ലല്ലോ. ഇതാണ് അതിന്റെ ഒരു കാരണം എന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതായത് മാർക്കറ്റ് എത്ര സ്മാർട്ടും ബ്രില്യൻറ്റും ആയിട്ടുള്ള സിസ്റ്റമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ത്യൻ മാർക്കറ്റിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം 4-5 മാസം മുമ്പേ മാർക്കറ്റ് അത് മനസ്സിലാക്കി എന്നുള്ള ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. മാർക്കറ്റ് അത് പ്രതീക്ഷിച്ചു. അതായത് ഇൻ കേസ് ടെസ്ല വരികയാണെങ്കിൽ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏതാണ്ട് ഇപ്പം നമ്മുടെ ഒരു മിനിസ്റ്റർ, അതായത് കോമേഴ്സ് മിനിസ്റ്റർ പീയൂഷ് ഗോയലും ഒരു ടീം ഓഫ് ഡെലിഗേറ്റ്സും ഒരു കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് US വിസിറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവിടുത്തെ കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റായിട്ട് നമ്മൾ ചർച്ച നടത്തുകയാണ്. ഇന്ത്യയുടെ പ്ലാൻ ഓഫ് സ്ട്രാറ്റജി ഇങ്ങനെയാണ്. അതായത് ചില കാര്യങ്ങളുടെ ടാരിഫ് അങ്ങനെ തന്നെ നിലനിർത്തുക,
ചില കാര്യങ്ങൾ കുറച്ചു കൊടുക്കുക. മോട്ടോർ ബൈക്ക് അമേരിക്കയിൽ നിന്ന് വന്ന ഹാർലി ഡേവിഡ്സൺ ഒക്കെ കുറച്ച് നമ്മൾ ബഡ്ജറ്റിൽ നമ്മൾ കേട്ടായിരുന്നു. ഇതേപോലുള്ള കാര്യങ്ങൾ കുറച്ചു കൊടുക്കുക. ഓട്ടോമൊബൈലിന്റെ കാര്യത്തിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുക. അഗ്രികൾച്ചർ പ്രോഡക്ട്സിന് ഒരു ടാരിഫ് ഇറക്കാനേ പറ്റില്ല, വലിയ ടാരിഫ് വയ്ക്കുക. ഇങ്ങനെയൊക്കെ ഐറ്റം ബൈ ഐറ്റം നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാണ് പോയത്. ബട്ട് ചർച്ചയുടെ അവസാനം US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കോമേഴ്സ് സെക്രട്ടറിയുടെ പ്രസ് റിലീസിൽ അവർ പറയുന്നത് വെച്ചാൽ ആ ഒരു കളി വേണ്ട, നമുക്ക് ചെയ്യണമെങ്കിൽ ബ്ലാങ്കറ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്താൽ മതി. നിങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾക്ക് 9%, നിങ്ങളിൽ നിന്ന് ഞങ്ങൾ മേടിക്കുന്നതിന് ടാരിഫ് 3.5%, ഒന്നില്ലെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കൂടി 9% ഒന്ന് ജോയിൻ ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും 3.5% ജോയിൻ ചെയ്യാം. അത് ടോട്ടലായിട്ട് കാര്യങ്ങൾ കൺസിഡർ ചെയ്തേ പറ്റൂ. അത് മാത്രമല്ല, നിങ്ങൾ അഗ്രികൾച്ചർ പ്രോഡക്ട്സിനും കൂടി തുറന്നു തരണം എന്ന് പറഞ്ഞ് ഇന്ത്യ ബാക്ക് ഫൂട്ടിലാക്കി എന്നുള്ളതാണ് നമ്മൾ ചർച്ചകളിൽ മനസ്സിലാക്കുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ഇത് വളരെ നല്ല കാര്യം. നമ്മൾ എത്ര നാളായി കമ്പനികളെ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്. അതായത് ഈ ടാറ്റ മോട്ടോഴ്സ്, മാരുതി സുസുക്കി, ബജാജ് എന്നുള്ളവരെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ചാനൽ ചർച്ചകളിലും മറ്റുള്ള മെയിൻ സ്ട്രീം ചാനലുകളിലും ഒക്കെ നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യണത് എന്താ, നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിന്റെ ശത്രു അഡാനി എന്നുള്ള. പക്ഷെ അഡാനി ഇന്ത്യൻ മാർക്കറ്റിൽ വന്നിട്ട് ഓരോ ബിസിനസ്സും ക്രിയേറ്റ് ചെയ്ത് ബാങ്കിൽ നിന്ന് 12%, 13% ലോൺ എടുത്തിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. ഡെറ്റിലാണ് അവർ ഡെറ്റ് എടുത്ത് ബിസിനസ് റൺ ചെയ്ത് ബിസിനസ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കി, ഫ്രീ ക്യാഷ് ഫ്ലോ ഉണ്ടാക്കി, അതിൽ നിന്നാണ് അവർ ഷെയർ ഹോൾഡേഴ്സിനെയും ഡെപ്റ്റിനെയും സർവീസ് ചെയ്ത് പോകുന്നത്. അപ്പൊ അവർ ബിസിനസ് തീർച്ചയായിട്ടും ഒരു സ്ട്രേറ്റ് ഫോർവേഡ് കോർപ്പറേറ്റ്, തീർച്ചയായിട്ടും ഞാൻ അവർ സ്ട്രേറ്റ് ഫോർവേഡ് ആണെന്നോ അല്ലെങ്കിൽ ഗവൺമെന്റിൽ അവർ സമ്മർദ്ദം ചെലുത്തുന്നില്ല എന്നുള്ള രാഷ്ട്രീയ വാചകം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ബട്ട് ഈവൻ തന്നെയും അവർ വളരെ പാടുപെട്ടിട്ടാണ് ഇന്ത്യൻ കമ്പനീസ് ബിൽഡ് ചെയ്തേക്കുന്നത്. പക്ഷേ അതേസമയം നമ്മൾ ഇന്ത്യയിലെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫാമിലി റൺ ബിസിനസ്സിനെ നോക്കുള്ളൂ. റിലയൻസ് ആയാലും ശരി, ടാറ്റ ആയാലും ശരി, അല്ലെങ്കിൽ ബിർള ആണെങ്കിലും ശരി, അല്ലെങ്കിൽ RPGs ആണെങ്കിലും ശരി, SR ആണെങ്കിലും ശരി, ഏത് കാലത്ത് ഇവർ വന്നു? ലൈസൻസ് രാജ്യങ്ങൾക്ക് അന്നുണ്ടായിരുന്ന ഗവൺമെന്റ് ഇഷ്ടതോഴന്മാർക്കായിട്ടുള്ളവർക്ക് അവർ ലൈസൻസ് കൊടുത്തു. അവർ സ്റ്റീൽ കമ്പനി തുടങ്ങി, അവർ കോപ്പർ കമ്പനി തുടങ്ങി, അവർ കാർ കമ്പനി തുടങ്ങി, 2 വീലർ കമ്പനി തുടങ്ങി, അങ്ങനെ പല കമ്പനികളും അവർ തുടങ്ങിയതിന് ശേഷമോ അവരെ നമ്മൾ കോമ്പറ്റീഷനിൽ നിന്നും നമ്മൾ ഒളിപ്പിച്ചു വെച്ചു. അതായത് നമ്മൾ ടാരിഫുകൾ കൂട്ടി പുറത്തുനിന്ന് വരുന്ന പ്രോഡക്ട്സിന് ടാരിഫ് ഇംപ്ലിമെന്റ് ചെയ്ത് ഈ വക കമ്പനികളെ നമ്മൾ എന്താ പറയുക, വളർത്തി വലുതാക്കി പ്രൊട്ടക്ട് ചെയ്ത് വളരെ പ്രൊട്ടക്ഷനിസ്റ്റ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് നമ്മൾ. 92-ൽ നമ്മൾ ഓപ്പൺ ചെയ്തു എന്ന് പറയുമ്പോൾ പോലും നമ്മളിപ്പോൾ 9% ടാരിഫ് US ആയിട്ടും 15% ടാരിഫ് മറ്റുള്ള കൺട്രീസുമായിട്ടെന്ന് പറയണമെങ്കിൽ നമ്മൾ ഇന്നും ഓപ്പൺ അപ്പ് ചെയ്തില്ല എന്നുള്ളതാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ ഒരു ടെസ്ലയെ പോലത്തെ, പ്രത്യേകിച്ച് ടെസ്ല അതിൽ ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നു, ഇപ്പോൾ ബാന്ദ്ര കുർള കോംപ്ലക്സിൽ അവരൊരു ഷോറൂം എടുത്തു. രണ്ടാമത് ഈ പറയുന്ന പോലെ എയറോ സിറ്റിയിൽ ഡൽഹിയുടെ അടുത്ത ഒരു ഷോറൂം നോക്കുന്നു. ഏതാണ്ട് 13 തസ്തികയിൽ മിഡ് ലെവൽ ജോബിനുള്ള ആപ്ലിക്കേഷൻസ് അവർ സ്വീകരിച്ചു എന്നും പറയുന്നു. അവരേതാണ്ട് അവരുടെ മുന്നോട്ടുള്ള രീതി അനുസരിച്ച് ഏതാണ്ട് 0% ഡ്യൂട്ടി എന്നുള്ള രീതിയിലേക്കാണ് അവർ പോകുന്നത് എന്നുള്ളതാണ് അവർ മനസ്സിലായത്. ഈ ട്രംപിൻ്റെ സംസാരവും അവിടുത്തെ സ്റ്റേറ്റ് സെക്രട്ടറിമാരുടെ സംസാരവും കേട്ട് കഴിഞ്ഞാൽ ഇന്ത്യ എഗ്രി ചെയ്തു, ഇന്ത്യ മുട്ടുമടക്കി എന്നൊക്കെയുള്ള രീതിയിലേക്കാണ് പറഞ്ഞത്. അതായത് ഇന്ത്യ അക്സെപ്റ്റ് ചെയ്തു ഇന്ത്യയുടെ തെറ്റ് എന്നുള്ള രീതിയിലേക്ക്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ ഇന്ത്യൻ മാർക്കറ്റ് ഈസ് ബ്രേസിംഗ് ഫോർ എ ബിഗ് കോമ്പറ്റീഷൻ. ആ കോമ്പറ്റീഷനെ മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്തു. ഏതാണ്ട് ടാറ്റ മോട്ടോഴ്സ് ഒക്കെ 40 എന്താ പറയുക പെർസെൻറ്റേജ് പീക്കിൽ നിന്ന് കറക്റ്റ് ചെയ്തു എന്നുള്ളത് നമ്മൾ ടാറ്റ മോട്ടോഴ്സ് ഇത്രയും കറക്റ്റ് ചെയ്തിട്ട് പല സമയത്തും കണ്ടിട്ടില്ല. ഓഫ് കോഴ്സ് നമ്മളിപ്പോൾ ഒരു വേൾഡ് ട്രേഡ് സെന്റർ അറ്റാക്കിന്റെ സമയത്തോ അല്ലെങ്കിൽ കോവിഡിന്റെ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ ലേമൻ ബ്രദേഴ്സിന്റെ കാലഘട്ടത്തിലൊക്കെ നമ്മളിത് കണ്ടിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ആദ്യമായിട്ടാണ് ഒരു വാല്യുവേഷൻ ബേസിസിൽ ഇത്രയും തരുന്നത്. അപ്പോൾ എന്താണ് ടാറ്റ മോട്ടോഴ്സിന് പറ്റിയെന്നുള്ള ചോദ്യം എന്താണ്? നാളെ ഒരു കാലത്ത് ടെസ്ല വരികയാണെങ്കിൽ അതിനനുസരിച്ച് ഇവരെ ഏർണിങ്സ് കുറയും എന്നുള്ളത് മാർക്കറ്റ് അഡ്വാൻസ് ആയിട്ട് ഡിസ്കൗണ്ട് ചെയ്തു എന്നുള്ള. എന്നാൽ മഹീന്ദ്രയുടെ 2 പ്രോഡക്റ്റ് ആയ 6090 ഏതാണ്ട് ടെസ്ല ആയിട്ട് ഇടിച്ചു നിൽക്കാവുന്ന രീതിയിലാണെന്നുള്ളതുകൊണ്ട് മഹീന്ദ്രയ്ക്ക് അത്രയ്ക്ക് വന്നിട്ടുമില്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. സർ, നമുക്ക് അതിലേക്ക് തിരിച്ചു വരാം. ഞാനിപ്പോൾ വളരെ പെട്ടെന്ന് നമ്മുടെ മാർക്കറ്റിന്റെ ഒരു അപ്ഡേറ്റുമായിട്ട് റിസർച്ച് ഡെസ്കിൽ നിന്ന് അനില ചേരുകയാണ്. അനില, ഓവർ ടു യു. താങ്ക് യു ജാസ്മിൻ. ഏതായാലും ജാസ്മിൻ, ഇന്നിപ്പോൾ നമുക്ക് വിപണിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തുടക്കത്തിൽ ഒരു ഫ്ലാറ്റിഷ് ടോണിലായിരുന്നു ആരംഭിച്ചത് എങ്കിൽ പോലും വീണ്ടും ആ 22,600 എന്നൊരു ലെവൽ റീക്ലെയിം ചെയ്യാനായിട്ട് ഇൻഡെക്സിന് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല ഭൂരിഭാഗം ഓഹരികളിലും നമുക്കിപ്പോൾ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കടന്നു വന്നതായിട്ടാണ് കാണാൻ സാധിച്ചത്. അതായത് വെള്ളിയാഴ്ചത്തെ ആ ഒരു മൊമെൻറ്റം തുടക്കത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ പോലും പിന്നീട് ഇങ്ങോട്ടേക്ക് വന്ന് പുരോഗമിച്ച് മാർക്കറ്റ് അവേഴ്സ് പുരോഗമിച്ചപ്പോഴേക്കും ആ ഒരു മൊമെൻറ്റം കീപ്പ് ചെയ്യാനായിട്ട് നിഫ്റ്റി 50ക്ക് സാധിക്കും.
സാധിക്കുന്നുണ്ട്. നിലവിൽ ഏകദേശം 36-ലധികം ഓഹരികൾ ഒരു പോസിറ്റീവ് ടോൺ നിലനിർത്തുമ്പോൾ 13 ഓഹരികൾ മാത്രമാണ് ഇടിവിലേക്ക് പോയിരിക്കുന്നത്. ഏറ്റവും അധികം നേട്ടം നൽകിയിരിക്കുന്നത് പവർ ഗ്രിഡിന്റെ ഓഹരികളാണ്. ഏകദേശം 3.5% ഒരു നേട്ടം നൽകാനായിട്ട് ഇന്നിപ്പോൾ പവർ ഗ്രിഡിന് മാറിയിട്ടുണ്ട്. പവർ ഗ്രിഡ് തന്നെയാണ് ഇന്നത്തെ ഒരു ടോപ്പ് ഗെയിനർ ആയിട്ട് മാറിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ബജാജ് ട്വിൻസ് ഓഹരികളിലും നമുക്ക് വളരെ ശക്തമായിട്ടുള്ള ഒരു മൊമെന്റം ഇന്നിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ കഴിഞ്ഞ ഒരു വീക്കിലൊക്കെ പരിശോധിക്കുമ്പോഴേക്കും പലപ്പോഴും ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ പോലും പിന്നീടുള്ള ദിവസങ്ങൾ ഹൈ ലെവൽസിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നതായിട്ടായിരുന്നു കണ്ടിരുന്നത്. എന്നാൽ ഇന്നിപ്പോൾ വീണ്ടും ആഴ്ചയുടെ ആദ്യ ദിവസം തന്നെ വളരെ പോസിറ്റീവായിട്ടൊരു മൊമെന്റം കീപ്പ് ചെയ്യാനായിട്ട് ബജാജ് ട്വിൻസ് ഓഹരികൾക്ക് സാധിക്കുന്നുണ്ട്. ഒപ്പം അദാനി പോർട്സ് ഓഹരികൾക്കും 1.5% ഒരു മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ജാസ്മിൻ ഇപ്പോൾ സ്പെസിഫിക് ആയിട്ട് പറയുകയാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ഫോക്കസിലേക്ക് എത്തിയിരിക്കുന്ന ഒരു ഓഹരി എന്ന് പറയുന്നത് സൺ ഫാർമയാണ്. ഒരു പക്ഷേ ഇന്നിപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ചപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ടോപ്പ് ഗെയിനറായിട്ട് നിലനിന്നിരുന്ന ഒരു ഓഹരി എന്ന് പറയുന്നത് സൺ ഫാർമയായിരുന്നു. സൺ ഫാർമയെ സംബന്ധിച്ചിട്ട് ഒരു ഘട്ടത്തിൽ 2600-660 എന്നൊരു റേഞ്ച് വരെ ഉയരുന്നൊരു സ്ഥിതി നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ആദ്യ മിനിറ്റിൽ തന്നെ 1600-ലധികം 1612 എന്നൊരു ലെവലിലേക്ക് വരെ എത്തുന്ന ഒരു സ്ഥിതിയൊക്കെ കണ്ടിരുന്നു. അവിടെ നിന്ന് നമുക്കൊരു നേരിയ തോതിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നേരിട്ടിരുന്നു എങ്കിൽ പോലും ഇപ്പോൾ ഒരു ഫ്ലാറ്റ് സ്റ്റോണിലേക്ക് എത്താനായിട്ട് ഓഹരികൾക്ക് സാധിച്ചിട്ടുണ്ട്. സൺഫാർമയെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പോസിറ്റീവ് ആയിട്ട് അപ്ഡേഷൻ എന്ന് പറയുന്നത് നിലവിൽ ഇപ്പോൾ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത് തീർച്ചയായിട്ടും ട്രംപിന്റെ താരിഫ് നടപടികളും അതിന്റെ ഒരു മറ്റെങ്ങനെയാണ് രാജ്യങ്ങളെ അഫക്ട് ചെയ്തതെന്ന് തന്നെയാണ്. അത്തരത്തിൽ നോക്കുമ്പോൾ ഇപ്പോൾ നിലവിലത്തെ ഒരു സാഹചര്യം പരിഗണിച്ച് മുന്നോട്ട് പോകുമ്പോഴേക്കും ഒരുപക്ഷെ താരിഫ് ഏർപ്പെടുത്തുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഷോർട്ട് ടേമിലെങ്കിലും അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ഇന്ത്യൻ ഫാർമയായിരിക്കും. കാരണം ഇന്ത്യൻ ഫാർമയുടെ ഒരു വലിയൊരു മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നതും തീർച്ചയായിട്ടും അമേരിക്ക പോലെയുള്ള കമ്പനികൾ തന്നെയാണ്, അല്ലെങ്കിൽ അമേരിക്ക പോലെയുള്ള യൂറോപ്പ് പോലെയുള്ള രാജ്യങ്ങൾ തന്നെയാണ്. അത്തരത്തിലൊരു നടപടിയിലേക്ക് നീക്കുകയെങ്കിൽ ഷോർട്ട് ടേമിലേക്കെങ്കിലും ഇന്ത്യൻ കമ്പനികൾക്ക് ഒരു തിരിച്ചടിയാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അത്തരം ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇവിടെ ഇപ്പോൾ സൺഫാർമയെ സംബന്ധിച്ചിട്ട് പറയുമ്പോഴേക്കും US ലിസ്റ്റഡ് ആയിട്ടൊരു കമ്പനി ഏറ്റെടുക്കാനുള്ളൊരു നടപടിയിലേക്കാണ് സൺഫാർമ ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യൻ കമ്പനികളുടെ ഒരു സ്ട്രെങ്ത്തിനെയാണ് ഇത് കാണിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. നിലവിലത്തെ കണക്കുകൾ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നാസ്ഡാക്കിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ചെക്ക് പോയിന്റ് തെറാപ്യൂട്ടിക്സ് എന്നൊരു കമ്പനിയാണ് ഇപ്പോൾ ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കുന്നത്. ഏകദേശം 3000 കോടി രൂപയ്ക്കാണ് ഈ ഒരു ഏറ്റെടുക്കൽ ഇപ്പോൾ നടക്കുന്നതെന്നാണ് കമ്പനി എക്സ്ചേഞ്ച് ഫയലിംഗിൽ അറിയിച്ചിരിക്കുന്നത്. 2025 സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുമ്പോഴേക്കായിരിക്കും ഈ ഒരു ഏറ്റെടുക്കൽ പൂർണ്ണമാവുക എന്നുകൂടി കമ്പനി അറിയിച്ചിട്ടുണ്ട്. ഇനി എന്തുകൊണ്ടാണ് ഈ ഒരു ചെക്ക് പോയിന്റ് തെറാപ്യൂട്ടിക്സ് ഇത്രയധികം ഇമ്പോർട്ടൻ്റ് ആകുന്നതെന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നിലവിൽ നമുക്കറിയാം ഇന്ത്യ മടങ്ങ് ആഗോള തലത്തിൽ തന്നെ ക്യാൻസർ എന്ന് പറയുന്നത് ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നൊരു തലത്തിലേക്ക് മാറിയിരിക്കുകയാണ്. കാരണം ഇപ്പോൾ നമുക്ക് ചുറ്റും തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാവുന്നില്ല 4-ൽ ഒരാൾക്കെങ്കിലും ക്യാൻസർ ഉണ്ട് എന്നൊരു തലത്തിലേക്കാണ് ഇപ്പോൾ സ്ഥിതി എത്തിയിരിക്കുന്നത്. ഈ ഒരു ക്യാൻസർ ട്രീറ്റ്മെന്റ് പ്രത്യേകിച്ചും ഓങ്കോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയാണ് ചെക്ക് പോയിന്റ് തെറാപ്യൂട്ടിക്സ് എന്ന് പറയുന്നത്. ഇമ്മ്യൂണോ തെറാപ്പിയിലും ഒപ്പം തന്നെ സോളിഡ് ആയിട്ടുള്ള ട്യൂമേഴ്സ് നീക്കം ചെയ്യുന്നതിനുള്ള ചികിത്സാ രീതിയിലാണ് ഈ ഒരു കമ്പനി ഇപ്പോൾ ചെക്ക് പോയിന്റ് തെറാപ്യൂട്ടിക്സ് എന്ന് പറയുന്ന കമ്പനി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. വലിയൊരു മുന്നേറ്റമാണ്. ഇപ്പോൾ അങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ക്യാൻസർ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ബിസിനസ് മോഡലിലേക്ക് പരിശോധിക്കുകയാണെങ്കിൽ ആ മേഖലയിലേക്ക് സൺഫാർമ ഇവിടെ ശ്രദ്ധ പതിപ്പിക്കുക എന്നതിനർത്ഥം വലിയ തോതിൽ അവരുടെ ബിസിനസ് പൊട്ടൻഷ്യൽ വർദ്ധിക്കുക എന്നത് തന്നെയാണ്. ഇനി അതിനോടൊപ്പം തന്നെ പറയുന്ന മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഈ ഒരു ഏറ്റെടുക്കലിന് 2ാം ഘട്ടത്തിലേക്കാകുമ്പോഴേക്കും അൺലോക്ക് സൈറ്റ് എന്ന കമ്പനിയുടെ മറ്റൊരു സബ്സിഡിയറി ഭാഗം കൂടി ഏറ്റെടുക്കുമെന്നാണ് എക്സ്ചേഞ്ച് ഫയലിംഗിൽ അറിയിച്ചിരിക്കുന്നത്. അൺലോക്ക് സൈലൈറ്റിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നിലവിൽ US FDA അംഗീകരിച്ചിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്കിൻ ക്യാൻസർ ട്രീറ്റ്മെന്റ് നടത്തുന്ന അല്ലെങ്കിൽ ചികിത്സാ രീതി ഉപയോഗിക്കുന്ന കമ്പനി കൂടിയാണ് അൺലോക്ക് സൈറ്റ് എന്ന് പറയുന്നത്. ഇതും കമ്പനിയെ സൺഫാർമയെ സംബന്ധിച്ചിട്ട് വളരെ പോസിറ്റീവായിട്ടാണ് ഭവിച്ചിരിക്കുന്നത്. കാരണം ഇന്ത്യ പോലെ വലിയൊരു മാർക്കറ്റ് ഷെയർ ഒരു പക്ഷേ ഫാർമ മേഖലയ്ക്ക് ഒരു ഹ്യൂജ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു മാർക്കറ്റാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ആ മേഖലയിലേക്ക് കൂടുതൽ ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സും ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള ഡ്രഗ്സും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് സൺഫാർമയെ സംബന്ധിച്ചിട്ട് അവരുടെ ബിസിനസ് പൊട്ടൻഷ്യൽ വലിയ തോതിൽ ഒരു ഉയരത്തിലേക്ക് കൊണ്ടുപോകുന്ന നിലയിലാണ് ഇപ്പോൾ അനലിസ്റ്റുകൾ ഇത് കണക്കാക്കിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇന്നത്തെ ഒരു കണക്കുകൾ പരിശോധിക്കുക ഡീൽസിന്റെ കൂടുതൽ ഇമ്പാക്ട്സിലേക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 66%, അതായത് US ലിസ്റ്റഡ് ആയിട്ടുള്ള ചെക്ക് പോയിന്റിന്റെ ക്ലോസിംഗ് പ്രൈസ് വെള്ളിയാഴ്ചത്തെ ഒരു ക്ലോസിംഗ് പ്രൈസിൽ നിന്നും 66% പ്രീമിയത്തിൽ $4.1 എന്നൊരു നിലയിലാണ് ഈ ഏറ്റെടുക്കൽ നടക്കുക എന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടാണ് ഈ ഒരു നമ്പേഴ്സിനോട് തുടക്കത്തിൽ ഇപ്പോൾ വിപണി റിയാക്ട് ചെയ്ത ഓഹരികൾ റിയാക്ട് ചെയ്തിരിക്കുന്നത്. തുടക്കത്തിൽ
കുതിപ്പിലേക്ക് നടത്തി എങ്കിൽ പോലും ആ ഒരു ഹൈ ലെവൽസിൽ നേരിയ തോതിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാണാൻ സാധിച്ചിരിക്കുന്നത്. ഏതായാലും ആഗോളതലത്തിൽ ഇന്ത്യൻ കമ്പനികൾ ശക്തി പ്രാപിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള അനിശ്ചിതാവസ്ഥകളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പോലും മറ്റ് ബിസിനസ് പൊട്ടൻഷ്യൽ തേടാനായിട്ട് സൺഫാർമ പോലെയുള്ള കമ്പനികൾക്ക് സാധിക്കുന്നു എന്ന് പറയുന്നത് ഇന്ത്യൻ കോർപ്പറേറ്റ്സിന്റെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് തന്നെയാണ് ഇപ്പോൾ അനലിസ്റ്റുകൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ജാസ്മിൻ, യെസ്, ഇന്ത്യൻ കമ്പനികളുടെ ഒരു പൊട്ടൻഷ്യൽ എന്ന് തന്നെ പറയാം. ഇപ്പോൾ സൺഫാർമയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിൽ നിന്നുള്ള ഒരു കമ്പനിയെ തന്നെ ഏറ്റെടുത്തിരിക്കുന്നു. അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ അനിൽ പങ്കുവച്ചത്. ഏതായാലും നമുക്ക് തിരിച്ച് നമ്മുടെ സംസാരിച്ചുകൊണ്ടിരുന്ന ടോപ്പിക്കിലേക്ക് തന്നെ വരാം. സാർ, ഈ ഒരു താരിഫ് യുദ്ധം നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും കഴിഞ്ഞൊരു ദിവസങ്ങളിൽ ബെയ്ജിങ്ങിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കോൺഫറൻസിൽ ചൈനയുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്ത്യയും ചൈനയും ഇതിനെ ഒന്ന് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കണം എന്നുള്ളതാണ്. ചൈനയ്ക്ക് 20% താരിഫ് ഏർപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ കാനഡയ്ക്ക് ഇപ്പോൾ പുതിയ പ്രധാനമന്ത്രി വരുന്നു, മാർക്ക് കാർണി. ഇങ്ങനെ ആഗോളതലത്തിൽ ഇതൊരു സൈക്കിൾ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് അമേരിക്കക്കെതിരായിട്ട് പ്രവർത്തിക്കാൻ ചൈന, കാനഡ എന്നുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളും ഇന്ത്യ അടക്കമുള്ള പ്രധാനപ്പെട്ട നേഷൻസ് ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ളത്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ അമേരിക്കയുടെ സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഈ താരിഫ് നിലവിൽ വളരെ പെട്ടെന്ന് ഇമ്പോർട്ട് അല്ലെങ്കിൽ ഇമ്പോസ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് അമേരിക്ക പറയുന്നത് ഡ്രഗ്സിൻ്റെ ഒരു വരവ് തന്നെയാണ്. മെക്സിക്കോ, കാനഡ, ചൈന തുടങ്ങിയ പ്രധാനപ്പെട്ട നേഷൻസിൽ നിന്നും അമേരിക്കയിലേക്ക് യാതൊരു വിധത്തിലുള്ള നിയന്ത്രണങ്ങളുമില്ലാതെ ഈ ഒരു ഡ്രഗ്സിൻ്റെ ഒഴുക്കാണ്. അതായത് ടീനേജേഴ്സ് മുതൽ അങ്ങോട്ട് എണ്ണിയാൽ ഒടുങ്ങാത്ത ഒട്ടനവധി പേരുടെ മരണത്തിന് വരെ ഇടയാക്കിയിട്ടുള്ള ഈ ഡ്രഗ്സിൻ്റെ ഒരു നിയന്ത്രണമാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ഒരു പ്രസിഡന്റ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ് ഉന്നം വെക്കുന്നത്. ആ ഒരു സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഇതിനെ സാർ എങ്ങനെയാണ് നോക്കുന്നത്? ജാസ്മിൻ, അത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷനാണ്. കാര്യം ഞാനും നേരത്തെ ഡിസ്കസ് ചെയ്യാനായിട്ട് വിട്ടുപോയി. അതായത് ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ഈ ടാരിഫ് കാരണം. ഈ US തീർച്ചയായിട്ടും മെക്സിക്കോനും ഈ കാനഡയും ഒക്കെ വച്ചിട്ടുണ്ടെങ്കിൽ പോലും ചൈന എടുത്തു നിന്നുള്ള ഏറ്റവും വലിയ പ്രശ്നം നേരത്തെ പറഞ്ഞ പോലെ ഡ്രഗ് ഇഷ്യൂ ആണ്. കാര്യം ഈ മെക്സിക്കോയിൽ ഒരുപാട് മാഫിയ കാർട്ടൽസ് ഉണ്ട്, ഡ്രഗ് കാർട്ടൽസ് ഉണ്ട്. ഇവർ അമേരിക്കയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അവരെന്താ ചെയ്യുന്നത്? ഒരു മെഡിസിനൽ പ്ലാന്റ്, അത് മെഡിസിനൽ പർപ്പസിനാണ്, പ്രിസ്ക്രിപ്ഷന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ ഒരു പ്രിസ്ക്രിപ്ഷന് വേണ്ടിയിട്ട് ഒരു കാര്യം അവർ മെക്സിക്കോന്ന് അവർ ഇമ്പോർട്ട് ചെയ്യുന്നു. ചൈനയിൽ നിന്ന് വരുന്ന മറ്റുള്ള കെമിക്കൽസ് ആയിട്ട് ഇതിനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു മറ്റുള്ളൊരു സ്പൂരിയസ് സബ്സ്റ്റൻസ് ആയിട്ട് മാറുന്നു. ഈ ബിസിനസ് വളരെ റാമ്പൻ്റ് ആണ് US-ൽ. ഇത് കാരണം ഒരുപാട് യങ്സ്റ്റേഴ്സും ന്യൂ ജനറേഷനും നശിച്ചു പോകുന്നതായിട്ടൊരു റിപ്പോർട്ടുണ്ട്. അപ്പോൾ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട്, പക്ഷേ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഇതെല്ലാം ട്രംപ് ചെയ്യുന്നത് ഒരു ബിസിനസ് ആറ്റിറ്റ്യൂഡിലാണ്. അദ്ദേഹം ഈ ടാരിഫിനെ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് അമേരിക്കയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ബട്ട് അതിന് റീസൺസ് ഒരുപാട് അദ്ദേഹം പൊളിറ്റിക്കൽ ഹെഡ്ലൈൻസും നെറേറ്റീവ്സും ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു പൊളിറ്റീഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ കഴിവെന്ന് പറയുന്നത്. അദ്ദേഹം അതിനെ ഏതാണ്ട് ഈ ഡ്രഗ്സ് ആയിട്ട് ലിങ്ക് ചെയ്ത് ഇതുകൊണ്ടാണ് ചൈനീസ് മെക്സിക്കോനെയും ഞാൻ ഇവിടെ എന്താണ്ട് ടാരിഫ് വെച്ചേക്കുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അത് തീർച്ചയായിട്ടും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാര്യം അവിടുത്തെ ജനറൽ ഇപ്പം നമ്മൾ ഏതാണ്ട് കേരളത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇതേ ഡ്രഗിന്റെ കാര്യത്തിലാണല്ലോ മെയിൻ സ്ട്രീം മീഡിയകളും നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് അവിടെ തിരുവനന്തപുരത്തുണ്ടായ സംഭവം പോലും അത് തന്നെയായിരുന്നു. അല്ല, തീർച്ചയായിട്ടും ഇവിടുത്തെ എല്ലാ കൊലകളുടെയും അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ ക്രിമിനൽ ആക്ടിവിറ്റിയുടെയും ബിഹൈൻഡ് ഏതാണ്ട് ഒരു ഡ്രഗ് കാർട്ടലാണ് അല്ലെങ്കിൽ ഡ്രഗിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടെന്നുള്ള സ്റ്റഡീസ് ഇവിടെയും വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് അവിടുത്തെ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു പ്രോഗ്രാം US കൊണ്ടുവരുന്നെങ്കിൽ ലോകത്ത് ആർക്കും അത് കംപ്ലൈൻറ്റ് പറയാൻ പറ്റൂല എന്നുള്ളതാണ് ആ അദ്ദേഹത്തിൻ്റെ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന പൊളിറ്റീഷ്യന്റെ പൊളിറ്റിക്കൽ അക്യുമെൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിലാണ് അദ്ദേഹം ഇത് അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും. പിന്നെ ഇന്ത്യയെ സംബന്ധിച്ച് ജാസ്മിൻ നേരത്തെ ചോദിച്ച പോലെ ഇതൊരു നല്ല രീതിയിലാണോ? തീർച്ചയായിട്ടുമാണ്. കാരണം ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ട്രംപിൻ്റെ പോളിസീസ് കാരണം ഇപ്പുറത്തൊരു എന്താ പറയുക ഒരു ജിയോ പൊളിറ്റിക്കൽ ഫ്രണ്ട് US-ന് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അതിൽ ഇന്ത്യയെ ഉൾപ്പെടുത്തിയിട്ട് ചൈന മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നത് വളരെ വലിയൊരു മാസീവ് ചേഞ്ച് ആണ്. കാര്യം നമ്മുടെ ചരിത്രത്തിൽ എന്നും നമ്മൾ ചൈനയെ, എസ്പെഷ്യലി നമ്മുടെ 70കളിലെ യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചൈനയെ എപ്പോഴും ശത്രുവായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ലഡാക്ക് ഭാഗത്ത് അല്ലെങ്കിൽ അരുണാചൽ പ്രദേശിന്റെ ടെറിട്ടറിയുടെ കാലത്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഏതാണ്ട് ഇപ്പം ചൈന പറയുന്നത് വെച്ചാൽ നമ്മൾ ഈ വക ചെറിയ ചെറിയ സില്ലി കാര്യങ്ങളൊന്നും നമ്മൾ സംസാരിക്കേണ്ട. നമ്മൾ തീർച്ചയായിട്ടും ഇനി വരുന്ന വേൾഡ് ഓർഡർ, എക്കണോമിക് വേൾഡ് ഓർഡർ, ട്രംപ് കൊണ്ടുവന്നിരിക്കുന്ന ന്യൂ സ്കീംസിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ കൈകോർത്ത് മുന്നോട്ട് പോകാൻ ചൈന തയ്യാറാണ് എന്ന് പറഞ്ഞത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ്. കാര്യം ഇന്ത്യയെ സംബന്ധിച്ച് ഇനിയിപ്പോൾ അധികം പ്രഷർ ബോർഡർ ഭാഗങ്ങളിൽ ഉണ്ടാവില്ല. പകരം ട്രേഡുകളിൽ നമുക്ക് കൈകോർത്ത് നമുക്ക് ഷേക്ക് ഹാൻഡ് ചെയ്ത് മുന്നോട്ട് പോവാം. അത് US-ന് എഗെയിൻസ്റ്റ് ആയിട്ടാണെന്നല്ല, നല്ല രീതിയിൽ നമുക്ക് ഇതിനെ ഉൾക്കൊണ്ട് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടും രാജ്യത്തിന് വേണ്ടിയിട്ടും നമുക്ക് മുന്നോട്ട് നീങ്ങാം എന്നുള്ളത് വളരെ വെൽക്കം മൂവാണ്. ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടത് ഇന്നാളൊരു സ്പീച്ച്, അതായത് 2 ദിവസം മുമ്പേ നമ്മുടെ വ്ളാഡിമിർ പുടിൻ്റെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു. അദ്ദേഹം യൂറോപ്യൻ യൂണിയനോട് തിരിച്ചു. കാര്യം യൂറോപ്യൻ യൂണിയൻസ്
യുക്രൈനും റഷ്യയും തമ്മിലുള്ള ഇഷ്യൂവിന് യുക്രൈൻ്റെ സൈഡിലാണ് യൂറോപ്യൻ യൂണിയൻ നിൽക്കുന്നത്. അതായത് റഷ്യയുടെ തെറ്റ് എന്നുള്ളതാണ്. അതായത് റഷ്യയുടെ ടെറിട്ടോറിയൽ അഹങ്കാരം, അതായത് അതിനുള്ള ആർത്തി, രാജ്യങ്ങൾ കൂട്ടിപ്പിടിക്കാനുള്ള ആർത്തി എന്നുള്ള രീതിയിലാണ് വ്ളാഡിമിർ പുടിൻ ഇത് ചെയ്യണമെന്നാണ് യൂറോപ്യൻ യൂണിയൻ എല്ലാവരും ചേർന്ന് കളക്റ്റീവ്ലി അക്യൂസ് ചെയ്തത്. ഇന്ന് വ്ളാഡിമിർ പുടിൻ ഒരു സ്പീച്ചിൽ നടത്തിയിരിക്കുന്ന ഒരു കാര്യം വെച്ചാൽ യൂറോപ്യൻ യൂണിയനോട് ചോദിക്കുന്നത്, നിങ്ങളുടെ അടുത്ത് ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തിരിക്കുന്നത്? ഞങ്ങൾക്ക് എന്തിനാണ് ഇനി സ്ഥലം? നിങ്ങളെക്കാളിലും കൂടുതൽ സ്ഥലം ഇവിടെ റഷ്യയിലുണ്ട്. നിങ്ങൾക്ക് എനർജി ആവശ്യം വന്നപ്പോൾ ഞങ്ങൾ സഹായിച്ചു. നിങ്ങൾക്ക് കോവിഡ് വന്നപ്പോഴും ഞങ്ങളാണ് ആദ്യം സഹായിച്ചത്. വേൾഡ് ട്രേഡ് സെൻറ്റർ അറ്റാക്ക് കഴിഞ്ഞപ്പോൾ ഞാനാണ് ആദ്യം അവിടുത്തെ പ്രസിഡന്റിനെ വിളിച്ചത്. അവിടത്തേക്ക് ഞങ്ങളൊരു മെമ്മോറിയൽ വരെ ഞങ്ങൾ പണിതിട്ടുണ്ട്. ഞങ്ങളെ എന്തിനാണ് ഇങ്ങനെ ശത്രുവായിട്ട് കണക്കാക്കുന്നത്? ഒരു കണക്കിന് ശരിയാണ്. ഇപ്പം ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഏതാണ്ട് ഞാനൊക്കെ ഒരു 70കളിലെ അവസാനങ്ങളിലോ 80കളിലോ ഇംഗ്ലീഷ് മൂവി, പ്രത്യേകിച്ച് ജെയിംസ് ബോണ്ടൊക്കെ സിനിമ കാണുമ്പോൾ എന്നും ഒരു സൈഡിൽ ഇംഗ്ലണ്ടും, ഇപ്പോൾ ബ്രിട്ടീഷ് ഏജന്റ് ആണല്ലോ ഈ ജെയിംസ് ബോണ്ട് എന്ന് പറയുന്നത്, അമേരിക്കൻ ഏജന്റ് അല്ല എങ്കിലും UK-യും USA-യും ഒരു സൈഡിലും മറ്റേ സൈഡിൽ ഏതാണ്ട് റഷ്യ, എല്ലാ കാര്യത്തിന്റെയും ശത്രു റഷ്യയാണെന്നുള്ള. അപ്പോൾ വ്ളാഡിമിർ പുടിൻ ചോദിക്കുന്നത്, ഞങ്ങളെ എന്തിനാണ് ഇത്ര ഡാർക്ക് ആക്കിയിട്ട് ബ്ലാക്ക് ആയിട്ട് ചിത്രീകരിക്കുന്നത്? ഞങ്ങൾ അങ്ങനത്തെ ആൾക്കാരെയല്ലല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും സഹായിച്ചിട്ടല്ലേ ഉള്ളൂ. ഈ കോവിഡിന് ശേഷം ലോകമെമ്പാടും ഓയിലിന് വില കൂടിയപ്പോൾ ഞങ്ങൾ ചീപ്പ് ഓയിൽ തന്നില്ലേ? ഇന്ത്യക്ക് ഞങ്ങൾ കൊടുത്തു, അങ്ങനെ പല രാജ്യങ്ങൾക്കും കൊടുത്തു. യൂറോപ്യൻ യൂണിയൻ ഞങ്ങളെ കൊണ്ട് ഒരുപാട് ബെനിഫിറ്റ് ചെയ്ത കൺട്രിയാണ്. അപ്പോൾ ഇപ്പം നമ്മൾ കാണുന്ന കാര്യങ്ങൾ വെച്ചാൽ വേൾഡ് ഓർഡർ നമ്മൾ ഇതുവരെ മാറുന്നു. ഇപ്പം എന്നെ സംബന്ധിച്ച് 51 വയസ്സായ സ്ഥിതിക്ക് ഇത്രയും നാൾ വായിച്ച പത്രത്തിലുള്ള ന്യൂസുകളോ ജിയോ പൊളിറ്റിക് കാര്യങ്ങളോ അല്ല നമ്മളിപ്പോൾ സംസാരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് പറയുന്ന പോലെ വളരെ ഒരു മാസീവ് ഡെവലപ്മെൻ്റ് ആണ് ഈ ചൈനയുടെ കേസിൽ. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഈ ട്രംപിൻ്റെ പോളിസീസ് കാരണം പുറത്തുനിന്നുള്ളൊരു കോമ്പറ്റീഷൻ വരികയാണെങ്കിൽ ഓഫ് കോഴ്സ് ചെറുതായിട്ട് ഇനിഷ്യലി ഇന്ത്യൻ കമ്പനീസും ഇന്ത്യൻ എക്കണോമിക്കും 2 സ്റ്റെപ്പ് ബാക്കിൽ എടുക്കേണ്ടി വരുമെങ്കിലും ഇത് നമ്മളെ കൂടുതൽ പവർഫുൾ ആക്കുള്ളൂ. കാര്യം ഇവിടെയുള്ള കമ്പനീസിന് നിലനിൽക്കണം, ഇവിടെ അതിനുള്ള ടാലൻ്റ് ഉണ്ട്. തീർച്ചയായിട്ടും ടെസ്ലയെ തടഞ്ഞു നിർത്താനുള്ള ടാലൻറ്റും ഇന്നോവേഷനും ടെക്നോളജിയും ഇന്ത്യയുടെ കയ്യിലുണ്ട്. അത് ടാരിഫിൽ കൂടെയല്ല കൊണ്ടുവരേണ്ടത്, പകരം നമ്മുടെ കേപ്പബിലിറ്റിയിലും എഫിഷ്യൻസിയിലുമാണ് കൊണ്ടുവരേണ്ടത്. അത് തീർച്ചയായിട്ടും ഇന്ത്യ തെളിയിക്കുന്നു. ഇന്ത്യ ഇനി അങ്ങോട്ടുള്ള 10 കൊല്ലത്തിൽ ഇന്ത്യയുടെ സമയമായിരിക്കുമെന്ന് പറയാൻ ഞാൻ മടിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതായത് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായിട്ട് തുടരുന്ന ഈ ഇന്ത്യ ചൈന ബന്ധം ഇപ്പോൾ ഒരു ട്രംപ് വരേണ്ടി വന്ന ഒരു ബൈ ബന്ധത്തിലേക്ക് എത്താൻ എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ. ഏതായാലും കാനഡയിലെ ലിബറൽ പാർട്ടി നേതാവായിട്ട് മാർക്ക് കാർണി വരുന്നു. തീർച്ചയായിട്ടും ട്രംപിന്റെ താരിഫ് നയങ്ങൾക്കെതിരെ ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് ശേഷം ആ ഒരു കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകാൻ കാർണിക്ക് സാധിക്കുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷ കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും സാർ, ഇന്ന് ഈ മാർക്കറ്റും കറക്ഷൻസും ഒക്കെ തന്നെ അവിടെ നിൽക്കട്ടെ. അതിനപ്പുറത്തേക്ക് നമ്മൾ പ്രധാനമായിട്ടും ഇന്നത്തെ ഒരു ഗ്ലോബലി അല്ലെങ്കിൽ നേഷൻ വൈഡ് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു വാർത്തകൾ എന്തൊക്കെയാണ്? 3-4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ഉണ്ട് ജാസ്മിൻ. കാര്യം വെച്ചാൽ അത് പ്രേക്ഷകർ അറിഞ്ഞിരിക്കുകയും ചെയ്യണം, നമ്മുടെ റിസർച്ച് ഡെസ്കിലേക്ക് നമുക്കത് ഇൻപുട്ടായിട്ട് എടുക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. അതായത് നമ്മൾ ഇതേപോലെ ലോക രാജ്യങ്ങളുടെ കാര്യങ്ങൾ പറയും, ഇന്ത്യൻ മാർക്കറ്റ് വാല്യൂഷൻസ് ഒക്കെ പറയുമ്പോഴത്തേക്കും ഇന്ന് ബിസിനസ് സ്റ്റാൻഡേർഡ് പത്രത്തിൽ ഒരു ഹെഡ്ലൈൻ തന്നെ ഉണ്ട്. അതിപ്പോൾ ഞാൻ ഏതാണ്ട് വായിച്ചപ്പോൾ ഞാൻ ആക്ച്വലി സർപ്രൈസ്ഡ് ആയിപ്പോയി എന്നുള്ളതാണ്. അതായത് അതിനകത്ത് പറയുന്നത് ഏതാണ്ട് ഈ ഹാക്ടിവിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഹാക്ക് ചെയ്യുന്ന ആക്ടിവിസ്റ്റുകളെയാണ് ആക്ടിവിറ്റ്സ് എന്ന് നമ്മളൊരു വാക്കാൽ നമ്മൾ പറയുന്നത്. അതായത് ആ റിപ്പോർട്ട് പറയുന്നത് ഗ്ലോബൽ ഹാക്കിൻ്റെ 13% ഇന്ത്യൻ ഫയർവാൾസിലും അല്ലെങ്കിൽ ഇന്ത്യൻ ആ സെക്യൂരിറ്റി സിസ്റ്റത്തിലും ആണെന്നുള്ളതാണ്. ഇന്ത്യൻ സൈബർ നെറ്റ്വർക്കിലാണ് ഏറ്റവും കൂടുതൽ അറ്റാക്ക് വന്നതെന്നുള്ളത് അതിശയിപ്പിക്കുന്നതായിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ്. അത് 13%, രണ്ടാമത് ഇസ്രായേലാണ് 7% എന്നുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അത് എന്തായാലും ഇന്ത്യക്കും ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ടെററിസം ആറ്റിറ്റ്യൂഡ് ആയിരിക്കാം. ബട്ട് ഈവൻ തന്നെ അത് സർപ്രൈസിംഗ് ആയിട്ടുള്ള ഫാക്ടറാണ്. അതായത് എത്ര വൾണറബിൾ ആണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. 13%, 7%. അതുകൂടാതെ ഡേറ്റ ലീക്കിൻ്റെ കാര്യത്തിൽ ഇന്ത്യ 3ാമത്. അതായത് സൈബർ സെക്യൂരിറ്റി ത്രെട്ട് മാത്രമല്ല, ഡേറ്റ ലീക്കിന്റെ കാര്യത്തിലും ഇന്ത്യ വളരെ വൾണറബിൾ ആണ്. ഈവൻ നമ്മൾ വലിയതായിട്ട് കൊണ്ടുവന്നിരുന്ന ഈ പറയുന്ന ആധാർ ഇൻഫർമേഷൻസ് പോലും ഇത്തരത്തിൽ ഒരുപാട് തവണ അല്ലെങ്കിൽ പല ആയിരക്കണക്കിന് ആളുകളുടെ ലക്ഷക്കണക്കിന് ആളുകളുടെ ഡാറ്റ ചോർത്തപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഡാറ്റ ചോർത്തൽ എന്ന് പറയുന്നത് അത്ര നിസ്സാരമല്ല. നമ്മുടെ സെക്യൂരിറ്റി ഫോഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ടെറിട്ടറിക്കകത്ത് നിൽക്കുന്നില്ലേ കാര്യങ്ങൾ എന്നുള്ളതാണ് അവിടെ ഒരു സംശയമായിട്ട് നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും ജാസ്മിൻ, അതായത് നമ്മളെ സംബന്ധിച്ച് ഇതൊരു വേക്കപ്പ് കോളാണ്. എപ്പോഴും ചലഞ്ചസ് ഉണ്ടായിരിക്കും. നമ്മൾ ജീവിതകാലത്തിൽ ഇന്ന് ഒരു സംഭവമായിരിക്കും, നാളെ വേറൊരു സംഭവമായിരിക്കും, നമ്മളിങ്ങനെ ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകും. ബട്ട് ഇതെങ്കിലും ഗവൺമെന്റ് ഒരു വേക്കപ്പ് കോൾ ആയിട്ട് എടുക്കണം. കാര്യം നമ്മുടെ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മുടെ ഇവിടെ IT ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു കൺട്രിയാണ് ഇന്ത്യ, അല്ലേ? എത്രത്തോളം മൾട്ടി ബാഗർ സ്റ്റോക്കുകൾ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. വിപ്രോ, ഇൻഫോസിസ്, TCS, ടാറ്റ എൽഎക്സി, നമ്മൾ പറഞ്ഞാൽ എൻലെസ് ആണ്. അത് ലാർജ് ക്യാപ് സെക്ടറിലും ഉണ്ട്, മിഡ് ക്യാപ് സെക്ടറിലും ഉണ്ട്, സ്മോൾ ക്യാപ് സെക്ടറിലും ഉണ്ട്. എന്നാലും ഒരൊറ്റ സൈബർ സെക്യൂരിറ്റി കമ്പനി പോലും
പോലും നമുക്കിവിടെ ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തന്നിട്ടില്ല എന്നുള്ളതാണ്. സൈബർ സെക്യൂരിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ള IT ഹാർഡ്വെയർ കമ്പനികൾ, ഇതൊന്നും ഇന്ത്യൻ മാർക്കറ്റിൽ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തിട്ടില്ല, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുമില്ല. ഇന്ത്യക്ക് തന്നെ വെറും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയ റെഡിംഗ്ടണിനെ പോലെ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കമ്പനീസിനെ കുറിച്ച് മാത്രമേ, അതായത് ആന്റി വൈറസ് സോഫ്റ്റ്വെയർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കമ്പനി അല്ലെങ്കിൽ IT ഹാർഡ്വെയർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കമ്പനി, ഇതിന്റെ മാനുഫാക്ചറിങ്ങോ ഇത് ഗ്ലോബൽ ലെവലിലേക്കോ കൊണ്ടുവരാവുന്ന ഒരു ഇൻഡസ്ട്രിയും കൂടെയാണ് ഇന്ത്യക്ക്. കാര്യം ഇന്ത്യ ഏതാണ്ട് ടെക്നോളജിക്കൽ ഹബ്ബാണ്, അതായത് ബാക്ക് ഓഫീസ് ഓഫ് ദ വേൾഡ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും സൈബർ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ ഇന്ത്യ ഒരുപാട് മുന്നോട്ട് എടുക്കേണ്ട കാര്യങ്ങളുണ്ട്. അത് തീർച്ചയായിട്ടും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ സൈബർ സെക്യൂരിറ്റി ഡീൽ ചെയ്യുന്ന കമ്പനീസ് അല്ലെങ്കിൽ ആന്റി വൈറസ് സോഫ്റ്റ്വെയർ ഡീൽ ചെയ്യുന്ന കമ്പനി, അതിന് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഹാർഡ്വെയർ കമ്പനീസിന് തീർച്ചയായിട്ടും അത് ബെനിഫിഷ്യൽ ആവും. ഈ ഒരു ഇൻഫർമേഷൻ തീർച്ചയായിട്ടും ഒരു വലിയ ഇൻപുട്ടാണ്. നമ്മുടെ മൈഫിൻ റിസർച്ച് ഡെസ്ക് ഇത് കൂടുതൽ നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ട് ഇതിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നതാണ്. അതാണ് പറയാവുന്ന ഒരു കാര്യം. രണ്ടാമതൊരു കാര്യം നമ്മൾ പറയേണ്ട ഒരു കാര്യം വെച്ചാൽ, നമ്മൾ പറഞ്ഞു, അതായത് പല കമ്പനികളെ കുറിച്ച് നമ്മൾ പറയുന്നത് ഏർണിങ്സ് ഇല്ല, ഏർണിങ്സ് ഇല്ലാത്തത് കാരണം ഇന്ത്യൻ മാർക്കറ്റ് ഡീറേറ്റ് ചെയ്തു എന്നൊക്കെ പറയുന്നതിൻ്റെ കൂടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്നറിയോ, അതായത് ഈ സമ്മർ നമുക്ക് വരികയാണ്. ഈ സമ്മർ വരുമ്പോൾ സാധാരണ സമ്മർ റിലേറ്റഡ് സ്റ്റോക്സ് ഉണ്ട്. അതായത് ഒരു ജ്യൂസ് ഉണ്ടാക്കുന്ന കമ്പനി ആയിരിക്കാം, ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിലെ കാര്യമാണ് പറയുന്നത് കേട്ടോ, അതായത് ജ്യൂസ് ഉണ്ടാക്കുന്ന കമ്പനി ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ AC ഉണ്ടാക്കുന്ന കമ്പനി ഉണ്ടാകും, ഫാൻ ഉണ്ടാക്കുന്ന കമ്പനി ആയിരിക്കാം. ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യാറ്. ബട്ട് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം AC തന്നെയാണ്. കാര്യം ACയുടെ ഗ്രോത്ത് ആണ് ഇന്ത്യയിൽ ഇപ്പോൾ സൂപ്പർ നാച്ചുറൽ ആയിട്ട് വരുന്നതും അണ്ടർ പെനിട്രേറ്റഡ് ആയിട്ടുള്ളത്. ഇപ്പൊ ജ്യൂസ് ഒക്കെ എനിക്ക് തോന്നുന്നു കാശ്മീർ ടു കന്യാകുമാരി എല്ലാ സ്ഥലത്തും ജ്യൂസ് കടകൾ ഉണ്ട്, അല്ലെങ്കിൽ ജ്യൂസ് നമുക്ക് ഓഫ് ദ ഷെൽഫ് ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കും. ബട്ട് AC അങ്ങനെ പെനിട്രേറ്റ് ചെയ്തിട്ടില്ല. ACയുടെ ഗ്രോത്ത് എന്നും ഇന്ത്യയുടെ ഇലക്ട്രിസിറ്റി ഗ്രിഡിന്റെ ഗ്രോത്ത് അനുസരിച്ച് പ്രൊപ്പോർഷണൽ ആയിട്ടാണ് വന്നത്. അപ്പൊ ഇന്ത്യ ഇപ്പോഴാണ് ഏതാണ്ട് ഇലക്ട്രിസിറ്റിയിൽ നമ്മൾ ഏതാണ്ട് സെൽഫ് സഫീഷ്യൻ മോഡിലേക്ക് പോകുന്നത്. അപ്പൊ ACയുടെ ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ്. അതിൽ രസകരമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, കഴിഞ്ഞ സമ്മറിൽ ഏതാണ്ട് 57% AC കമ്പനീസ് AC ഗ്രോ ചെയ്തത് ഇന്ത്യയിൽ. അതായത് പുതിയ AC മേടിക്കുന്നതും രണ്ടാമത് AC മേടിക്കുന്നതും ആൾക്കാർ. അത് വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. കാര്യം ഈ സോളാർ ഇൻസ്റ്റലേഷൻസ് വന്നോടുകൂടി ഈ AC കൂടുതൽ മുറികളിലേക്ക് വന്നു. ഒരു വീട്ടിൽ ഒരു AC എന്നായിരുന്നു പണ്ട്. ഇപ്പൊ 1 എന്നുള്ളത് 2 ആയി, 2 എന്നുള്ളത് 4 ആയി, സെൻട്രലൈസ്ഡ് AC എന്നുള്ള കൺസെപ്റ്റിലേക്ക് പോയത് ഈ സോളാർ പാനലിന്റെ കൂടെ പെനിട്രേഷൻ കൂടെ ചേർത്താണ്. AC കമ്പനീസ് ഏതാണ്ട് 50% കഴിഞ്ഞ കൊല്ലം ഗ്രോ ചെയ്തു. ഇപ്രാവശ്യം ഏതാണ്ട് ഇപ്പോൾ ബ്ലൂ സ്റ്റാർ എന്നുള്ള കമ്പനി നമ്മൾ അതിൽ എന്തുകൊണ്ട് വാച്ച് ചെയ്യണമെന്ന് വെച്ചാൽ, ആ സെക്ടറിൽ ബ്ലൂ സ്റ്റാർ, വോൾട്ടാസ്, ഹാവൽസ്, ഹയർ, അങ്ങനെ ഒരുപാട് കമ്പനികൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ എന്തുകൊണ്ട് ബ്ലൂ സ്റ്റാറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് വെച്ചാൽ, അതിന്റെ ത്യാഗരാജൻ, അതിന്റെ MD ഇത്രയും ഹോണസ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരാൾ. അദ്ദേഹത്തിൻ്റെ അടുത്ത് മറ്റുള്ള മുൻനിര ചാനലുകൾ ചോദിച്ചു, ഈ ബിസിനസ് ചാനലുകൾ ചോദിച്ചു, ഇക്കൊല്ലവും 50% ഗ്രോത്ത് വരും ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ കൊല്ലം 50% ഗ്രോ ചെയ്തെങ്കിൽ ഇപ്രാവശ്യം നമ്മൾ 50% ഗ്രോ ചെയ്യില്ല, ആ 50%ന്റെ മുകളിൽ ഒരു 25% ഗ്രോ ചെയ്യുമെന്നാണ് പറഞ്ഞു. ആ 25% എന്ന് പറയുന്നത് വളരെ ഒരു സ്മാർട്ട് ആയിട്ടുള്ള നമ്പറാണ്. കാര്യം 50% ഗ്രോത്തിന്റെ മുകളിലാണ് ഈ 25% വരുന്നു എന്നുള്ളത്. അതുകൊണ്ട് AC കമ്പനീസ് ഏതാണ്ട് ഒരു വെൽ പൊസിഷൻഡ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ. അത് മാത്രമല്ല, ഫെബ്രുവരി മാസങ്ങളിൽ തന്നെ ഏതാണ്ട് 3% ബ്ലൂ സ്റ്റാർ ACക്ക് വില കൂട്ടി കഴിഞ്ഞു. ഹയർ എന്ന് പറഞ്ഞാൽ ചൈനീസ് കമ്പനി വരും ദിവസങ്ങളിൽ 4-5% കൂട്ടും. എന്ന് പറഞ്ഞാൽ ഒരു കൺസ്യൂമറെ സംബന്ധിച്ചിടത്തോളം 1500 തൊട്ട് 3000 രൂപ വരെ AC പല റേഞ്ചിനനുസരിച്ച് വില കൂടുന്നുള്ളൂ. അപ്പോൾ ഇന്ത്യൻ AC വിപണി ഒന്ന് നമുക്ക് നോക്കേണ്ടതാണ്. അതിലുള്ള സ്റ്റോക്കുകളും നമുക്കൊന്ന് നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് വെക്കണം. നമ്മളിപ്പോൾ പൊതുവെ ഒരു കറക്റ്റീവ് മോഡിലാണെന്ന് പറയുന്ന സമയത്ത് പല സെക്ടേഴ്സ്, പല സ്റ്റോക്സ് ഒക്കെ തന്നെ പീക്കിൽ നിന്ന് 50% കൂടുതൽ ഡൗൺ ആയിട്ടുള്ള സ്റ്റോക്കുകൾ വരെയുണ്ട്. പക്ഷേ അപ്പോഴും ഇത്തരത്തിലായിട്ടുള്ള സീസണൽ സ്റ്റോക്സിനെ നമ്മൾ വിട്ടുപോകുന്നു. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് വേണം പറയാനായിട്ട്. കാരണം ഇത്തരത്തിൽ ഈ ഒരു ഹൈ ലെവൽസിൽ നിന്നും പീക്കിൽ നിന്നും ഒക്കെ തന്നെ 50% അടുത്തൊക്കെ കറക്റ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമായിട്ട് കൂടി കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അത്തരത്തിലാണ് ഇപ്പോൾ സൂരജ് സാർ പറഞ്ഞ പോലെ തന്നെ ബ്ലൂ സ്റ്റാർ, വോൾട്ടാസ് അടക്കമുള്ള പ്രധാനപ്പെട്ട AC കമ്പനികളുടെ ഒരു പ്രയോറിറ്റി വരുന്നത്. ഓക്കെ സാർ, നമുക്ക് നെക്സ്റ്റിലേക്ക് ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടത് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയും കൂടെയാണ്. അതായത് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഏതാണ്ട് ഒരു നല്ല ഗ്രോത്ത് തിരുപ്പൂരുള്ള നമ്മുടെ റിസർച്ച് ഡെസ്കിൽ നിന്ന് തന്നെ തിരുപ്പൂരുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിനടുത്ത്, മാനുഫാക്ചറിനടുത്ത് നമ്മൾ സംസാരിക്കുന്ന ഒരു പ്രോസസ് ഉണ്ട്. ആഴ്ച തോറും നമ്മൾ എങ്ങനെയാണ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി മൂവ് ചെയ്യുന്നതെന്നൊക്കെ. അതിൽ നമ്മൾ മനസ്സിലാക്കിയിരുന്നത് അടുത്ത ഒരു 6-7 മാസമായിട്ട് എസ്പെഷ്യലി ബംഗ്ലാദേശിൽ ഇഷ്യൂ വന്നതിന് ശേഷം, കാര്യം ബംഗ്ലാദേശും വിയറ്റ്നാമും പാകിസ്ഥാനും ഒക്കെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുടെ വേൾഡ് സപ്ലൈ ചെയിനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സാണ്. ഇന്ത്യയിൽ പണ്ടൊക്കെ ഏതാണ്ട് 1976 BSE സെൻസെക്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ അതിൽ കൂടുതലും ടെക്സ്റ്റൈൽ കമ്പനിയും മിൽക്ക് കമ്പനീസും ആയിരുന്നു നമ്മുടെ ഇൻഡെക്സിൽ ഉണ്ടായിരുന്നത്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് NSE-യേക്കാളും പഴയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. അതിനകത്ത് വലിയ വലിയ കമ്പനീസൊക്കെ ഏതാണ്ട് ഈ ടെക്സ്റ്റൈൽ കമ്പനികളായിരുന്നു അന്നെന്ന് പറയുന്നത്. അവിടെ നിന്നൊക്കെ മാറി നമ്മുടെ ടെക്സ്റ്റൈൽസ് ഏതാണ്ട് നശിച്ച് നാറാണക്കല്ലായി നിൽക്കുക എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. കോയമ്പത്തൂരൊക്കെ അത് വലിയ വലിയ പ്രശ്നങ്ങളും ട്രേഡ് യൂണിയൻ സമരങ്ങളും ഒക്കെ ഉണ്ടാക്കിയ ഒരു ചരിത്രം തന്നെ അതിനകത്തുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് വിയറ്റ്നാമിൻ്റെ ഇഷ്യൂ, അല്ലെങ്കിൽ വിയറ്റ്നാമിൽ ഇഷ്യൂ ഇല്ല തീർച്ചയായിട്ടും, ക്ഷമിക്കണം
പ്രേക്ഷകർ, ബംഗ്ലാദേശിലെ ഇഷ്യൂസ് കാരണം തീർച്ചയായിട്ടും ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ ഒരു ബമ്പപ്പ് നമുക്ക് കിട്ടിയിരുന്നു. പക്ഷേ ഇപ്പോൾ വരുന്ന നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ അനുസരിച്ച് ട്രംപിന്റെ ടാരിഫ് മൂലം ടെക്സ്റ്റൈൽ കമ്പനീസിന് വലിയ കേടുപാടുകൾ സംഭവിക്കില്ല എന്നുള്ള കാര്യം. US നിന്ന് കുറേ സാധനങ്ങൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ വെച്ചിരിക്കുന്ന ടാരിഫ് ഏതാണ്ട് 10%. നമ്മൾ ചെയ്ത് അങ്ങോട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക്, അതായത് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് US ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾക്ക് 9%. അതായത് അത് തമ്മിൽ വലിയ റേറ്റ് ഡിഫറൻഷ്യൽ ഇല്ല, ടാരിഫ് ഡിഫറൻഷ്യൽ ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും ടെക്സ്റ്റൈൽ കമ്പനിക്ക് വലിയ പ്രോബ്ലം ഇല്ല എന്നുള്ള നിഗമനത്തിലേക്കാണ് ഇൻഡസ്ട്രി വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഗവൺമെന്റ് ഇതിനകത്ത് കൂടുതൽ ഇൻസെന്റീവ്സ് കൊടുക്കണം എന്നുള്ളതാണ് ടെക്സ്റ്റൈൽസ് അസോസിയേഷൻ ഗവൺമെന്റിന് കൊടുത്തിരിക്കുന്ന റെപ്രസെന്റേഷൻ. ആ റെപ്രസെന്റേഷൻ പ്രകാരം നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ടെക്സ്റ്റൈൽ കമ്പനീസും നമ്മൾ നേരത്തെ AC ഡിസ്കസ് ചെയ്ത പോലെ വാച്ച് ലിസ്റ്റിൽ വയ്ക്കാവുന്നതാണ്. അതിനകത്ത് ആഡ് ചെയ്യാനുള്ളത് ഈ പറയുന്ന പോലെ വർദ്ധമാൻ ടെക്സ്റ്റൈൽസ്, ട്രൈഡന്റ്, ജിൻഡാൽ വേൾഡ്വെൽ, സ്വാൻ എനർജി, അതോടൊപ്പം തന്നെ വെൽസ്പൺ ലിവിംഗ്, KPR മിൽ, ലക്സ് ഇൻഡസ്ട്രീസ്. ഇതിന് പുറത്തേക്ക് സാറിന്റെ ഒരു ഫേവറേറ്റ് സ്റ്റോക്ക് ഈ ഒരു മേഖലയിൽ? ഇത് ഫേവറേറ്റ് സ്റ്റോക്ക് എന്നുള്ളതിനേക്കാളും നമ്മൾ സാധാരണ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി നമ്മൾ എപ്പോഴും പറഞ്ഞു കോട്ടൺ, ഫൈബർ, യാൺ, ലിനൻ ഇങ്ങനത്തെ സാധനങ്ങളാണ് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ ബെഡ്ഷീറ്റ്സ് ഉണ്ടാക്കുന്ന വെൽസ്പൺ ഇന്ത്യ ഇങ്ങനത്തെ കാര്യങ്ങളാണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതിനകത്ത് വേറൊരു മെറ്റീരിയൽ ഉണ്ട്. അതിനേക്കാണ് ടെക്നിക്കൽ ഫൈബേഴ്സ് എന്നാണ്. ഈ ടെക്നിക്കൽ ഫൈബേഴ്സിനെയും ടെക്സ്റ്റൈൽസ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ടെക്നിക്കൽ ഫൈബേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ടാർപോളിൻ, അല്ലെങ്കിൽ നമ്മൾ ഈ ഓർക്കിഡ് നമ്മൾ ഗ്രോ ചെയ്യാൻ നേരത്തെ ആന്തോറിയം ഓർക്കിഡ് ഒക്കെ ഗ്രോ ചെയ്യാൻ നമ്മൾ പല ഷെയ്ഡിലുള്ള പച്ച കളർ, ബ്ലാക്ക് കളർ, ലൈറ്റ് ഒക്കെ പ്രിവെന്റ് ചെയ്യുന്ന, അതായത് 100% ഡാർക്ക്നെസ്, 90% ഡാർക്ക്നെസ് ഇങ്ങനത്തെ ഷീറ്റുകൾ. അത് മാത്രമല്ല നമ്മൾ ഹൈവേകളിലൊക്കെ നമ്മൾ ഈ കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ ഈ സിമെന്റ് ഒക്കെ ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്, മഴ പെയ്താൽ മോശമാവാതിരിക്കാൻ വേണ്ടിയിട്ട് ചില തുണികളൊക്കെ നമ്മൾ അതിന്റെ മുകളിലേക്ക്, ഇതിനെയൊക്കെ പറയുന്നത് ടെക്നിക്കൽ ടെക്സ്റ്റൈൽസ് എന്നാണ്. എന്തിനാ ടെക്നിക്കൽ സൈഡ് വളരെ സിമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ നമ്മൾ ഫുട്ബോൾ കളിക്കുമ്പോൾ നെറ്റിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ, അല്ലെങ്കിൽ ഫിഷിങ്ങിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ, ഇതൊക്കെ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ കമ്പനി SRF ആണ്. ഈ SRF കൂടാതെ ഗർവാറെ ടെക്നിക്കൽസ് എന്ന് പറഞ്ഞ് ഗർവാറെ ഗ്രൂപ്പിൻ്റെ നിന്ന് ഡീമർജ് ചെയ്തു പോകുന്ന ഒരു ഇൻഡിറ്റി ഉണ്ട്. ഗർവാറെ ടെക്നിക്കൽ ഫൈബേഴ്സ് ആണ്, ഗർവാറെ അങ്ങനെ കണ്ടാണ് അതിൻ്റെ പേര്. ആ കമ്പനീസും ഈ പറഞ്ഞ പോലെ വളരെ നല്ലൊരു ബെറ്റാണ്. കാര്യം SRF ഒക്കെ, കാര്യം ഇന്ത്യക്ക് ആ ഭാഗത്ത് പ്രത്യേകിച്ച് ഈ സ്പോർട്സ് ഒക്കെ ഉയർന്നു വരുന്നു, ഫിഷിംഗ് ഒക്കെ ഉയർന്നു വരുമ്പോൾ ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ ഒരു വെർട്ടിക്കലാണ് ഞാൻ പറയുന്നത്. ടെക്നിക്കൽ ഫൈബേഴ്സ് എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെക്ടറായിട്ട് വന്നേക്കാം. പിന്നെ ജാസ്മിൻ, നമ്മൾ വിട്ടുപോയൊരു കാര്യമുണ്ട്. അതായത് മാഡം നിർമ്മല സീതാരാമൻ ഒരു ഡിസ്കഷനിൽ പറഞ്ഞിരുന്നു ഞങ്ങൾ GST റേറ്റ്സ് ഇനിയും കുറയ്ക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത്. അത് വളരെ വെൽക്കം ആയിട്ടുള്ള ഒരു മൂവാണ്. നമ്മളിവിടെ ഈ പല കാര്യങ്ങൾക്കും GSTയിൽ സെൻട്രൽ ഗവൺമെന്റിനെ ക്രിട്ടിസൈസ് ചെയ്യലാണ് നമ്മുടെ രീതി. ബട്ട് ഒരു കാര്യം ജനങ്ങൾ മനസ്സിലാക്കണം, ഈ സെൻട്രൽ ഗവൺമെന്റ് അല്ല ഇതിന് പ്രൈസുകൾ നിശ്ചയിക്കുന്നത്, സ്റ്റേറ്റ് ഗവൺമെന്റ്സിനും അതിന് പങ്കുണ്ട് എന്നുള്ളതാണ്. ഒരു പ്രോഡക്റ്റിന് വേണമെന്നുണ്ടെങ്കിൽ അത് GST ഫിറ്റ്മെന്റ് കമ്മിറ്റി ആ ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സിലേക്ക് വയ്ക്കും. അവർ ഡിസ്കസ് ചെയ്ത് വോട്ടിങ്ങിൽ കൂടിയാണ് വരുന്നത്. അതിന് ചെയർമാൻ സ്ഥാനമാണ് സെൻട്രൽ ഫിനാൻസ് മിനിസ്റ്റർ എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ ഏതാണ്ട് 5 ബ്രാക്കറ്റിലാണ് പോകുന്നത്. ഏതാണ്ട് എസെൻഷ്യൽ ഐറ്റംസ് ഒക്കെ 0%, ബേസിക് ആയിട്ടുള്ള അമിനിറ്റീസ് ഏതായാലും 5%, സ്റ്റാൻഡേർഡ് ഗുഡ്സ് ഏതാണ്ട് 12%, കൺസ്യൂമർ പ്രോഡക്ട്സ് ഏതാണ്ട് 18%, പിന്നെ സിൻ ഗുഡ്സ്, ലക്ഷറി ഗുഡ്സിന് ഏതാണ്ട് 28%. ഇങ്ങനെ 5 സ്ലാബുകളിൽ വെച്ചിട്ടാണ് പോകുന്നത്. ഒരു സാധാരണക്കാരൻ്റെ എല്ലാ സാധനങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നത് ഈ 0 to 5% കാറ്റഗറിയിലാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അത് അങ്ങനെ തന്നെ നിലനിർത്തണം എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ബട്ട് കൺസ്യൂമർ, അതായത് സ്റ്റാൻഡേർഡ് ഗുഡ്സ്, കൺസ്യൂമർ പ്രോഡക്ട്സും സ്റ്റാൻഡേർഡ് ഗുഡ്സും ആണ് ഏതാണ്ട് 12 തൊട്ട് 18% ഗ്യാപ്പിൽ കിടക്കുന്നത്. അവിടെയാണ് ഇത് വരുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും ഇന്ത്യയിലെ ഒരുപാട് കമ്പനീസിന്, നമ്മൾ AC കാര്യം പറഞ്ഞു, അതേപോലെ ടെക്സ്റ്റൈൽസിന്റെ കാര്യം പറഞ്ഞു, പല കമ്പനീസിനും അത് ബെനിഫിറ്റ് ചെയ്യും എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട അടുത്ത കാലത്ത് ബഡ്ജറ്റിൽ വന്ന 12 ലക്ഷം വരെയുള്ള ടാക്സ്, ഇൻകം ടാക്സ് കുറച്ചെന്നുള്ള ഒരു വലിയൊരു ഹ്യൂജ് കൺസംഷൻ ഡ്രൈവിന് വേണ്ടിയിട്ടാണ് ഇന്ത്യ നിൽക്കുന്നത് എന്നുള്ള നിർമ്മല സീതാരാമൻ പറഞ്ഞത്. പണ്ട് 2017 റവന്യൂ ന്യൂട്രൽ റേറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് 15.8%. അതിപ്പോൾ ഏതാണ്ട് കുറഞ്ഞ്, അതായത് കംപ്ലയൻസ് കൂടി കൂടുതൽ ആൾക്കാർ GST അടയ്ക്കും തോറും റവന്യൂ ന്യൂട്രൽ റേറ്റ് ഏതാണ്ട് 11% വന്നു. അങ്ങനെയാണെങ്കിൽ there is room to cut. We are in the final discussion of that. അതും കൂടെ കഴിഞ്ഞ് ഞാൻ നേരിട്ട് റിവ്യൂ ചെയ്യുന്നുള്ളതാണ്. Along with that ഇൻകം ടാക്സ് ബ്രേക്കും കൂടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും we are in for a consumption boom. നിങ്ങൾ ഇൻവെസ്റ്റേഴ്സ് അത് കൈവിടരുത് എന്ന് മാത്രമേ മൈഫിൻ ഡിസ്കസ് നമുക്ക് പറയാനുള്ളൂ. സർ, ഇതിനകത്ത് ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിനൊരു പെർഫോമൻസ് നോക്കുന്നത്, അല്ലെങ്കിൽ ഒരു 1 ഇയർ പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഞാൻ സെക്ടർ വൈസിലേക്ക് പോവുകയാണ്. എസ്പെഷ്യലി PSU ബാങ്ക്, അതോടൊപ്പം തന്നെ റിയൽറ്റി, ഇതിനൊക്കെ ശേഷം FMCGയിൽ
ഒരു ഡൗൺ ട്രെൻഡാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ബിസിനസ് സ്റ്റാൻഡേർഡിലെന്ന് തോന്നുന്നു ഹിന്ദുസ്ഥാൻ യൂണിലീവറിനെ സംബന്ധിച്ചിടത്തോളം ഒരു സെക്കൻഡ് ഹാഫിൽ ഒരു റിവൈവലാണ് കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ പറയുന്ന ഇൻകം ടാക്സ് റിഡംഷൻ അടക്കം ഒത്തിരി മാറ്റങ്ങൾ വരുന്ന സമയത്ത് ആളുകളുടെ പർച്ചേസിംഗ് പവർ കൂടുന്നു, പർച്ചേസിംഗ് കപ്പാസിറ്റി വർദ്ധിക്കുന്നു, അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുന്നു. അത് ഇത്തരത്തിലുള്ള FMCG കമ്പനികളിലേക്ക് വരുന്നു. ഇങ്ങനെ വരുന്ന സമയത്ത് ഇനി FMCG കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഫേസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ചലഞ്ചസിൻ്റെ ഒരു ഫേസ് അവസാനിച്ചു എന്ന് സാർ കരുതുന്നുണ്ടോ? ജാസ്മിൻ, എൻ്റെ 25 കൊല്ലത്തെ മാർക്കറ്റ് ഒരു ഇൻവോൾവ്മെൻറ്റിൽ ഞാൻ ഒരിക്കലും ഏഷ്യൻ പെയിൻസിനെ അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ യൂണിലീവറിനെ ഇത്ര ഡിപ്രസ്ഡ് ആയിട്ട് കണ്ടിട്ടില്ല. അതായത് ഇപ്പോഴും അത് വളരെ ചീപ്പ് വാല്യുവേഷനിലേക്ക് വന്നു എന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെട്ടില്ല. എപ്പോഴും നമ്മുടെ FMCG കൺസംഷൻ സ്റ്റോറീസ്, എസ്പെഷ്യലി വെറും കൺസംഷൻ സ്റ്റോറി FMCG സ്റ്റോറീസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന FMCG കമ്പനിയായ ഹിന്ദുസ്ഥാൻ യൂണിലീവർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നെസ്ലെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ പെയിൻറ്റ് കമ്പനിയായ ഏഷ്യൻ പെയിൻറ്റ്സ് ആയിക്കോട്ടെ, ഇതൊക്കെ വളരെ ക്ലാസിക് റൺ ബിസിനസ്സാണ്. അപ്പോൾ അത് കാരണം തന്നെ അവർക്ക് എപ്പോഴും ഒരു പ്രീമിയം വാല്യുവേഷൻ ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ്, റൈറ്റ്? അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു PE ബേസിസിൽ അട്രാക്റ്റീവായി എന്ന് പറയാൻ പറ്റില്ല. ബട്ട് മറ്റുള്ള സെക്ടേഴ്സിൻ്റെ PE വെച്ച് നോക്കുമ്പോൾ FMCGയുടെ ഗ്രോത്തും ഇതേപോലെ ഇൻകം ടാക്സിൻ്റെ ഇൻകം ടാക്സിൻ്റെ ഒരു റിലീഫും ഒക്കെ സാധാരണ കൺസ്യൂമറിലേക്ക് വരാൻ നേരത്ത് GST റേറ്റ്സ് കുറയ്ക്കും കൂടെ പറയുന്ന കാലഘട്ടത്തിൽ ഈ FMCG സ്റ്റോക്കും കൺസംഷൻ ആയല്ല അല്ലെങ്കിൽ പെയിൻറ്റ് സ്റ്റോക്സും ഒക്കെ വളരെ അട്രാക്റ്റീവായിട്ട് വന്നേക്കാം. ഇതിൽ രസകരമായ കാര്യം ജാസ്മിൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, നമ്മൾ മാക്സ് 7 എന്ന് പറഞ്ഞ US മാർക്കറ്റിനെ കുറിച്ച് സംസാരിക്കും. അതായത് നമ്മുടെ 7 കമ്പനീസ്, ടോപ്പ് 7 കമ്പനീസ്, മാഗ്നിഫിഷ്യൻ 7. അത് നമുക്കറിയാം, ഒരുപോലെ ആപ്പിൾ, ആമസോൺ, മൈക്രോസോഫ്റ്റ്, ടെസ്ല, NVIDIA എന്നിങ്ങനെ വരുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫേസ്ബുക്ക് ഇതുപോലത്തെ കമ്പനികളാണ്, ആൽഫബറ്റ്, ഗൂഗിൾ, ഇതൊക്കെയാണ് അവിടെ വരുന്നത്. അതാണ് 7 കമ്പനീസ് എന്ന് പറയുന്നത്. ആ 7 കമ്പനീസാണ് ഏറ്റവും കൂടുതൽ US മാർക്കറ്റിൽ ഗ്രോ ചെയ്തതെന്നുള്ളത് നമ്മൾ ലാസ്റ്റ് 3-4 കൊല്ലം കൊണ്ട് മനസ്സിലാക്കി. അത് മാത്രമല്ല, ഈ 7 കമ്പനികൾ മാത്രം ചേർന്ന് ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ US മാർക്കറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ മാർക്കറ്റ് അതായിരിക്കും. അതായത് ഇന്ത്യ പോലും ഒന്നും അല്ല ആ 7 കമ്പനി എന്നുള്ള. ഈ മാക്സ് 7 എന്ന് പറയുന്ന പോലെ ഇന്ത്യയിൽ ഒരു മാക്സ് 7 ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് സെപ്റ്റംബർ മുതലാണല്ലോ ഇന്ത്യൻ മാർക്കറ്റ് കറക്ഷൻ തുടങ്ങിയത്. ഏതാണ്ട് 2.4 ട്രില്യൺ സെല്ലിംഗ് ആണ് FPIs ഇന്ത്യൻ മാർക്കറ്റിൽ, അതായത് ഫോറിനേഴ്സ് സെല്ല് ചെയ്തു എന്നുള്ള കണക്കാണ് നമുക്ക് പുറത്തു വന്നിരിക്കുന്നത്. അതിലെ 95% ഈ മാക്സ് 7 എന്ന് പറയുന്ന സെക്ടേഴ്സിലാണ്. ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടൊരു മാക്സ് 7 ഉണ്ട് എന്നുള്ളതാണ് അതിനകത്ത് രസകരമായിട്ട് പറയുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ സർവീസസ്, ഓയിൽ ആൻഡ് ഗ്യാസ്, ഓട്ടോ ആൻഡ് FMCG, കൺസ്യൂമർ സർവീസസ്, കൺസ്ട്രക്ഷൻ, പവർ. ഈ 7 സെക്ടറിനാണ് 96% സെല്ലിംഗ് നടന്നിരിക്കുന്നത്. നമ്മൾ ടോട്ടൽ നിഫ്റ്റി എടുത്താലും മിഡ് ക്യാപ്പിൻ്റെ എടുത്താലും സ്മോൾ ക്യാപ്പ് എടുത്താലും ഈ 7 സെക്ടറിലാണ് ഏറ്റവും കൂടുതൽ സെല്ലിംഗ് വന്നിട്ടുള്ളത് എന്നുള്ളത്. അതുകൊണ്ട് ജാസ്മിൻ ചോദിച്ച പോയിന്റ് എന്ന് വെച്ചാൽ അട്രാക്റ്റീവായിട്ട് അതവിടെ കിടപ്പുണ്ട് FMCG കമ്പാരിറ്റീവ് ബേസിസിൽ, റിലേറ്റീവ് ബേസിസിൽ. രണ്ടാമത് ഇനിയുള്ള ഒരുപാട് ടെയിൽ വിൻസ് അതിനെ സഹായിക്കാനുണ്ട്. അതായത് ഈ പറയുന്ന പോലെ GST റേറ്റ് കുറയ്ക്കുകയും ഇൻകം ടാക്സ് കുറയ്ക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ വരാനുണ്ട്. അത് കൂടാതെ ഏറ്റവും കൂടുതൽ സെല്ലിംഗ് നടന്നത് അവിടെയാണ്. സോ ഇറ്റ് ഈസ് ഇൻ എ സ്വീറ്റ് സ്പോട്ട്. നമ്മൾ പറയില്ലേ സ്വീറ്റ് സ്പോട്ട്. ഇപ്പോൾ FMCG ഈസ് ഇൻ എ സ്വീറ്റ് സ്പോട്ട്. ഇതൊരു റെക്കമെൻഡേഷൻ ആയിട്ടല്ല നമ്മൾ പറയുന്നത്. തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സ്, നമ്മൾ നേരത്തെ നമ്മൾ ടെക്സ്റ്റൈൽ കമ്പനികളുടെ കാര്യം പറഞ്ഞു, AC കമ്പനികളുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്ന ഒരു സെക്ടറാണ്. ജാസ്മിൻ ജമാലിനോട് നിങ്ങൾ ഒരുപാട് നന്ദി പറയണം. കാര്യം വെച്ചാൽ ആ സെക്ടർ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു ഡേറ്റ കൂടെ ബാക്കപ്പ് ചെയ്യാൻ നമ്മുടെ കയ്യിലുണ്ട്. അത് സഹായകരമായിട്ട് വന്നേക്കാം. സാർ, ഏതായാലും ഈ ഒരു മാർക്കറ്റിന്റെ കറക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഇടിവിന് നിൽക്കുന്ന സമയത്ത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് റിപ്പോർട്ട്സ് കൂടി വരുന്നുണ്ട്. അതിനകത്ത് ബോഫ സെക്യൂരിറ്റീസ് പറയുന്നത് കൃത്യം നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഡിസംബർ, ഈ 2025 ഡിസംബറോടുകൂടി 25,000 എന്നുള്ള ഒരു മാർക്കിലേക്ക് എത്താനുള്ള ഒരു സാധ്യതകൾ കൂടി പറയുന്നുണ്ട്. അതായത് നിലവിലെ കഴിഞ്ഞ ദിവസങ്ങളിലെ ക്ലോസിംഗിൽ നിന്നും ഇനിയും 11% അപ്സൈഡ് പൊട്ടൻഷ്യലിന്റെ ഒരു സാധ്യതയാണ് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം പറയുന്നത്. ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കറക്ഷൻ ഇറ്റ്സ് എൻ ഓപ്പർച്യൂണിറ്റി എന്നുള്ള ഒരു രീതിയിലേക്ക് കൺസിഡർ ചെയ്യേണ്ടതല്ലേ? അല്ല, തീർച്ചയായിട്ടും. അതായത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചോളം, എന്നെ സംബന്ധിച്ച് കോവിഡിന് ശേഷം എനിക്ക് വ്യക്തിപരമായി പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഫാന്റാസ്റ്റിക് ഓപ്പർച്യൂണിറ്റിയാണ്. യാതൊരു സംശയമില്ല. ആരെന്ത് നെഗറ്റിവിറ്റി പറഞ്ഞാലും എൻ്റെ എക്സ്പീരിയൻസിൽ ഐ ആം സ്റ്റിക്കിംഗ് മൈ നെക്ക് ഔട്ട് ആൻഡ് സെയിങ് ദാറ്റ് ദിസ് ഇസ് വൺ ഓഫ് ദ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റീസ് മാർക്കറ്റ് ഹാസ് ഗിവൺ അസ്. ഇതാണ് മാർക്കറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ സാധാരണ നമ്മൾ മാർക്കറ്റ് ടേംസിൽ ഇതെല്ലാവരും ഫോളോ ചെയ്യണമെന്നല്ല, ബൈ ഇൻ ട്രക്ക് ലോഡ്സ് എന്നാണ്. നമ്മൾ ഈ മാർക്കറ്റിൽ ഒരുപാട് ഇൻവോൾവ് ചെയ്ത് മാർക്കറ്റിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞ് സെൽ യുവർ ഫാമിലി സിൽവർ. നിങ്ങളുടെ വീട്ടിൽ ഇനി അണ്ടാവോ പാത്രങ്ങളോ ഉണ്ടെങ്കിൽ അതുവരെ എടുത്ത് വിറ്റിട്ട് മാർക്കറ്റിലേക്ക് ട്രക്ക് ലോഡായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ്. അത് നമ്മൾ നിഫ്റ്റിയെ ബേസ് ചെയ്തോ PEO ബേസ് ചെയ്തിട്ടല്ല. ഇൻഡിവിജ്വൽ ചില കമ്പനീസ്, ചില കമ്പനീസൊക്കെ നല്ല ക്യാഷ് ഫ്ലോ ഉള്ള കമ്പനീസൊക്കെ വളരെ ചീപ്പ് വാല്യുവേഷനിൽ കിട്ടുന്നു എന്നുള്ളത്
തീർച്ചയായിട്ടും പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഫോളിൽ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ പോലെ 2024 സെപ്റ്റംബർ മാസത്തിലും ജൂലൈ മാസത്തിലും മിഡ് ക്യാപ് സ്മോൾ ക്യാപ് കമ്പനികളിൽ ഏറ്റവും കൂടുതൽ സെല്ലിംഗ് പ്രൊമോട്ടേഴ്സ് തന്നെ ചെയ്തിരുന്നു എന്നുള്ളത് അതായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഫോളിന് മുമ്പായിട്ടുള്ള ഒരു ഇൻഡിക്കേഷൻ. ഇപ്പൊ പല പ്രൊമോട്ടേഴ്സും ഇന്ത്യൻ കമ്പനികളിൽ മേടിച്ചു തുടങ്ങി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി തുടങ്ങി. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ 800 crores ബൈയിങ് ആണ്. അത് ചില്ലറ ഒരു ബൈയിങ് അല്ല. അവർ 800 crores ബൈയിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സ് അത് നിങ്ങളുടെ മുന്നിൽ വെക്കണം. എന്തിനാ നമ്മൾ ഈ പറയുന്ന സമയം കൊണ്ട് ഏതാണ്ട് 790 എന്നൊക്കെ ഏതാണ്ട് 900 വരെ ഒരു റീട്രേസ്മെന്റ്, ഏതാണ്ട് 10-12% അത് ലാസ്റ്റ് 3-4 ദിവസം തന്നെ, ലാസ്റ്റ് കഴിഞ്ഞ ആഴ്ച തന്നെ അത് തിരിച്ചു വലിച്ചു എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. 800 കോടിയുടെ ബൈയിങ് ആണ് പ്രൊമോട്ടേഴ്സ് അതിനകത്ത് നടത്തിയിരിക്കുന്നത്. കൂടാതെ മഹാരാഷ്ട്ര സീംലെസ്, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, ഇതൊക്കെ ഒരുപാട് പ്രൊമോട്ടർ ബൈയിങ് എന്നുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇൻവെസ്റ്റർ കണ്ണ് തുറന്നു വയ്ക്കുക, ചെവി തുറന്നു വയ്ക്കുക, വായ അടച്ചു വയ്ക്കുക. എക്സലന്റ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ഫ്രണ്ടിൽ ഉണ്ടെന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റും. ഏതൊരു കയറ്റത്തിനും ഒരു ഇറക്കമുണ്ട് എന്ന് പറയുന്ന പോലെ സാർ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഈ ഒരു കറക്ഷനെ ഒരു അവസരമാക്കി കാണേണ്ട ഒരു സമയം കൂടിയാണ്. ദർ ഈസ് ദ എൻഡ്, അല്ലെങ്കിൽ ആ ഒരു എൻഡിൽ നമുക്കൊരു ലൈറ്റ് കാണാൻ പറ്റും. ദർ ഈസ് എൻ ലൈറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ ടണൽ എന്ന് പറയുന്നത് പോലെ തന്നെ ഈ ഒരു അവസരത്തെ നിക്ഷേപകർ വളരെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നത് തന്നെയാണ് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ വാറൻ ബഫയുടെ ഒരൊറ്റ കോട്ട് മാത്രം ഒന്ന് മെൻഷൻ ചെയ്തുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ്. ദ ബെസ്റ്റ് ചാൻസ് ടു ഡിപ്ലോയ് ക്യാപിറ്റൽ ഈസ് വെൻ തിങ്സ് ആർ ഗോയിങ് ഡൗൺ എന്നുള്ളത്. തീർച്ചയായിട്ടും മാർക്കറ്റിന്റെ കൂടുതൽ അപ്ഡേറ്റ്സും അനാലിസിസും ഒക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ചു വരും. അപ്ഡേറ്റ്സുമായിട്ട് അടുത്ത ഒരു അവറിൽ നിഖിൽ നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുന്നതാണ്.